ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ചലഞ്ചിൻ്റെ സെക്കൻഡ് ഡേയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഇതിൽ ചാപ്റ്റർ 3 എന്ന് കാണിക്കുന്നത് ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫണ്ടമെൻ്റൽസ് ഓഫ് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ചാപ്റ്റർ 3 എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ മോഷൻ അങ്ങനെ നമുക്ക് പറയാം. നമ്മൾ മോഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. സം ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എനി ഒബ്ജക്റ്റ് മൂവ്സ് വിത്ത് സം റെഫറൻസ് പോയിൻ്റ്, അല്ലെങ്കിൽ അതിനൊരു മൂവ്മെൻറ്റ് സംഭവിച്ചാൽ ദാറ്റ് ബോഡി ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണെങ്കിലും വിത്ത് റെസ്പെക്ട് ടു ദ എർത്ത് നമ്മളെന്താണ് മൂവ്മെൻറ്റിലാണ്, കാരണം എർത്ത് എന്താണ് ഓൾറെഡി റൊട്ടേറ്റിംഗ് ആണ്. അപ്പം എർത്ത് റൊട്ടേറ്റ് ചെയ്യാതെ ഒരു റെസ്റ്റിലാണെങ്കിൽ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിൽ നമ്മളും എന്തായിരിക്കും, റെസ്റ്റിലായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ഒരു മോഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ബോഡീനെ ബേസ് ചെയ്തിട്ടാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി 8th നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളെ നമുക്കിതിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പം നമുക്ക് എന്താണ് വൺ ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ റെക്റ്റിലീനിയർ മോഷൻ എന്ന് നോക്കാം. റെക്റ്റിലീനിയർ മീൻസ് ലീനിയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അപ്പം ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ് എലോങ് എ സ്ട്രൈറ്റ് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് റെക്റ്റിലീനിയർ മോഷൻ, അല്ലെങ്കിൽ വൺ ഡയമെൻഷൻ മോഷൻ എന്നോ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്നൊക്കെ നമുക്ക് പറയാം. സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ് എലോങ് എ സ്ട്രൈറ്റ് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് റെക്റ്റിലീനിയർ മോഷൻ. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ലൈന് അല്ലെങ്കിൽ ഒരു റോഡ്, ഒരു കാർ എന്ത് ചെയ്യുക, ഒരു കാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ബസ്സോ കാറോ എന്തെങ്കിലും ചെയ്യുക, ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലൂടെ പോകുമ്പം അത് എന്ത് മോഷനാണ്, വൺ ഡയമെൻഷണൽ മോഷനാണ്. ഇനി നമ്മൾ ഒരു ആൻഡ് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഇങ്ങനെ പോകുമ്പം അതെന്താണ്, വൺ ഡയമെൻഷണൽ മോഷനാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു ജസ്റ്റ് കേർവ്ഡ് ആയിട്ടുള്ള റോഡ്സ് അസ്യൂം ചെയ്യുക. കേർവ്ഡ് ആയിട്ടുള്ള റോഡ്, ഇപ്പോൾ ചുരം പോലെയുള്ള റോഡുകളിലൂടെ ഒരു കാറ് പോകുന്നത് ഒരിക്കലും എന്തല്ല, അത് വൺ ഡയമെൻഷണൽ മോഷൻ അല്ല. കാരണം ഈ ഒരു പോയിന്റിലേക്ക് പോകുമ്പം ഇതിനെന്തുണ്ട്, ഒരു പ്ലെയിനാണ്, ഇതൊരു 2 ഡയമെൻഷണൽ മോഷനാണ്. ഇത് നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മൾ എപ്പോഴും വൺ ഡയമെൻഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷനിൻ്റെ സ്ട്രൈറ്റ് ലൈൻ, ഒരു സ്ട്രൈറ്റ് ലൈൻ. കാരണം ഈ സ്ട്രൈറ്റ് ലൈനിൽ പോകുമ്പം അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ കോർഡിനേറ്റിന് 3 ആക്സിസ് ഉണ്ട്. ഇതിനെ എക്സ് എന്ന് വിളിച്ചാൽ ഇത് വൈ എന്ന് വിളിക്കാം, ഇത് സെഡ് എന്ന് വിളിക്കാം. അപ്പം ഈ ഒരു ഒബ്ജക്റ്റ് ഇതിലൂടെ മൂവ് ചെയ്യുമ്പം ഇതിലെപ്പോഴും എന്ത് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, എക്സ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പോയിന്റിൽ ഇതിൻ്റെ വാല്യൂ ഒറിജിനൽ 0 ആണെന്ന് നമുക്കറിയാം. ഇതിപ്പോൾ സപ്പോസ് 1 ആണെങ്കിൽ ഇത് എത്രയാണ്, 1 0 XY, ഇവിടെ 2 0. ഇവിടെ എന്താണ്, വൈ ആണെങ്കിലും സെഡ് ആണെങ്കിലും എന്താണ്, ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ്, 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ കേർവ്ഡ് റോഡിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കുക വെച്ചാൽ, കേർവ്ഡ് റോഡാണ്, ഇതാണ് കേർവ്ഡ് റോഡെങ്കിൽ നമ്മളിപ്പം ഇതാണ് ആക്സിസ് എങ്കിൽ ഈ ഒരു പോയിൻ്റാണ് ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പോയിൻ്റാണ് ഒറിജിൻ വെക്കുമ്പം ഈ ഒരു പോയിന്റിൽ ഇതിൻ്റെ വാല്യൂ എന്തായി, ഇതിനൊരു എക്സും വൈയും ഉണ്ടായി. ഈ ഒരു പോയിന്റിൽ ആ എക്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്, വൈയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ വീണ്ടും എക്സ് ഉണ്ട്, വൈ 0 ആയിരിക്കും. ഈ ഒരു പോയിന്റിൽ ഇതിന് വേറൊരു എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, കേർവ്ഡ് ആയിട്ടുള്ള റോഡ് ഒരിക്കലും എന്തല്ല, ഒരു വൺ ഡയമെൻഷണൽ മോഷൻ അല്ല. അതിൽ ബോത്ത് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ ചേഞ്ചിങ്. സോ വെൻ in a rectilinear motion only one variable of coordinate axis, it may be either x or maybe y or maybe z, that depends upon our situation or our problem. അപ്പോൾ നമ്മുടെ സിറ്റുവേഷനും പ്രോബ്ലത്തിനും അനുസരിച്ചായിരിക്കും നമ്മുടെ ഏത് കോർഡിനേറ്റ്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ജനറലായിട്ട് നമ്മൾ എക്സ് ആണ് കൺസിഡർ ചെയ്യുക, സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസേ നമുക്ക് വരുള്ളൂ. അപ്പം നമ്മളെപ്പോഴും സ്ട്രൈറ്റ് ലൈൻ മോഷൻ എന്ന് പറയുന്നത് അവിടെ എപ്പോഴും ആകെ ഒരു വേരിയബിൾസ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ എന്നുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ മാത്രമാണ്. അപ്പം ഇതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സിലബസിലില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഒന്ന് ഡിസ്റ്റൻസ്, രണ്ടാമത്തത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ദ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത പാത്തിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് എന്ത്,
ഡിസ്റ്റൻസ്. പാത്ത് ലെങ്ത്, ഇപ്പം ഒരു ഒബ്ജക്റ്റ് ഇവിടെ മുതൽ ഇതുവരെ സ്ട്രൈറ്റ് ലൈൻ മോഷനാണ്, ഇതുവരെ ട്രാവൽ ചെയ്താൽ ഈ മൊത്തം ലെങ്ത്താണ് എന്ത്, ഡിസ്റ്റൻസ്. അപ്പോൾ ഇനി ഈ ഒബ്ജക്റ്റ് ഇവിടെ മുതൽ ഒരു സർക്കുലർ മോഷനിൽ ഇതുവരെ ട്രാവൽ ചെയ്ത് ആ ഇനീഷ്യൽ പോയിന്റിൽ എ തന്നെ എത്തിയാൽ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആയിരിക്കും. അതായത് ഇതിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ 2πr ആയിരിക്കും. 2πr ആണല്ലോ സർക്കംഫറൻസ്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റും ഇനീഷ്യൽ പോയിൻറ്റ്, അതായത് സ്റ്റാർട്ട് ചെയ്ത ഇനീഷ്യൽ പോയിൻറ്റും എൻഡ് ചെയ്തിട്ടുള്ള ഫൈനൽ പോയിൻറ്റും, ഇത് ഇനീഷ്യൽ പോയിൻറ്റും ഇത് ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും എപ്പോഴും എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു എക്സാമ്പിൾ, നമ്മൾ സ്ട്രൈറ്റ് ലൈനിൽ അതിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും കൺസിഡർ ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ലൈൻ മോഷനിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്, ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു സ്ഫിയറിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷൻ്റെ കേസിൽ നോക്കുമ്പോൾ ഇവിടെ എ എന്നുള്ള ഈ ഒരു പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ പോയി എൻഡ് വിത്ത് എയിൽ തന്നെ എന്ത് ചെയ്തു, എൻഡ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് സഞ്ചരിച്ച ട്രാവൽ ചെയ്ത ടോട്ടൽ പാത്ത് ലെങ്ത് ഇസ് ഈക്വൽ ടു 2π × r ഇഫ് r ബി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും, ഇത് തന്നെയാണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, ഇനീഷ്യൽ പോയിൻറ്റ്, ഇത് തന്നെയാണ് എൻഡിങ് പോയിൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ പോയിൻറ്റ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ബിക്കം 0. അതാണ് ഡിഫറൻസ്. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. പിന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടറാണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റിന് എന്തും കൂടെ നമ്മൾ അലോങ് വിത്ത് ദ മാഗ്നിറ്റ്യൂഡ് വി കൺസിഡർ ദ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നും കൂടെ നമ്മൾ ഇതാക്കും. അപ്പം ഇതാണ് സ്റ്റാർട്ടിങ്ങും ഇത് എൻഡിങ് ഇല്ലോ. അപ്പോൾ ഇത് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഇതിപ്പം നമ്മളിപ്പോൾ ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത് ഈസ്റ്റ് വെസ്റ്റ്, അപ്പോൾ ടുവാർഡ്സ് ദ, ഇത് സ്റ്റാർട്ടിങ് ഇത് എൻഡിങ്, അപ്പോൾ ടുവാർഡ്സ് ദ ഈസ്റ്റിലേക്കാണ് ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ ഡയറക്ഷനും കൂടെ നോക്കും. പിന്നെ രണ്ടിൻ്റെയും യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് മീറ്റർ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, കാരണം നമുക്ക് അറിയാത്തവരുണ്ടാവും, അതിന് വേണ്ടി പറഞ്ഞതാണ്. അത് സിലബസിൽ ഇല്ലാത്ത ടോപ്പിക്കുമാണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് സ്പീഡ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് സ്പീഡ്. ഫസ്റ്റ് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്താണെന്ന് പറയാം. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു കാറിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബൈക്കിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്പീഡോമീറ്റർ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ സ്പീഡോമീറ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ആ കാറ് അല്ലെങ്കിൽ ആ വണ്ടി, ആ വെഹിക്കിൾ അപ്പം ട്രാവൽ ചെയ്യുന്ന ആ ടൈമിൽ, ആ ഇൻസ്റ്റൻറ്റിലെ ടൈമിൽ ട്രാവൽ ചെയ്യുന്ന അതിൻ്റെ സ്പീഡാണ് കാണിക്കുന്നത്. അതായത് സ്പീഡോമീറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഡാറ്റയാണ് എന്ത്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഓർ സിംപ്ലി സ്പീഡ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റി എന്താണെന്ന് പറയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കാണിക്കുന്ന ആ ഒരു സ്പീഡിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നേരത്തെ ഡിസ്റ്റൻസ് പറഞ്ഞല്ലോ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്. റേറ്റ് ഓഫ് ഈ ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതിന് നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണെന്ത്, റേറ്റ് മീൻസ് വാരി വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ് എന്ത്, സ്പീഡ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. കാരണം ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ, ഇതിൻ്റെ ടൈമിൻ്റെത് സെക്കൻഡ്. അപ്പോൾ ഡയമെൻഷൻ എന്ത് വരും, L(t⁻⁻1). ഈ -1 വന്നത് എന്താണ്, എസ് ഇവിടെ താഴെയാണ്, ഡിനോമിനേറ്ററിലാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഡയമെൻഷൻ L(t⁻⁻1). ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നോക്കാം. അപ്പം ഈ സ്പീഡ് എന്നുള്ളത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. സ്കാലാർ ക്വാണ്ടിറ്റി ബിക്കോസ് എന്താണ്, ഡിസ്റ്റൻസ് ഒരു സ്കാലാറാണ്, അതുകൊണ്ട് എന്താണ്, സ്പീഡും സ്കാലാറാണ്. ടൈം ഓബ്വിയസ്ലി സ്കാലാറാണ്. നെക്സ്റ്റ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്ത്, വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം വെലോസിറ്റിയുടെ. അപ്പം ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് അഗൈൻ ലെങ്ത് ആണ്, സോ മീറ്റർ, ടൈമിൻ്റെത് സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ എന്ത് തന്നെ, സെയിം തന്നെ കേട്ടോ, L(t⁻⁻1). -1 വന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്, ഇനിയും പറയേണ്ട ആവശ്യമില്ലല്ലോ. L(t⁻⁻1). അഗൈൻ ഇതൊരു എന്ത് ക്വാണ്ടിറ്റിയാണ്, വെക്റ്റർ ക്വാണ്ടിറ്റി. സ്പീഡ് ഒരു സ്കാലാർ ആണെങ്കിൽ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഈ വെലോസിറ്റിയുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈമിലുള്ള
വെലോസിറ്റി ആണെന്ത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ആൻ ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. വെലോസിറ്റി ഓഫ് ആൻ ഇൻസ്റ്റൻറ്റ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് ഈസ് ഡിഫൈൻ ദ ലിമിറ്റ് ഓഫ് ദ ആവറേജ് വെലോസിറ്റി ആസ് ദ ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി ബിക്കം ഇൻഫിനിറ്റ്ലി സ്മോൾ. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വി ഈസ് ഈക്വൽ ടു, അതായത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതെങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ ഈ ഡെൽറ്റ ടി നമ്മൾ എന്താണ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമോ? അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കാർ വല്ല വേറെ എവിടെയെങ്കിലും ആയിരിക്കും പോയിണ്ടാവുക അല്ലേ? അപ്പം നമ്മൾ നോക്കൂല. അപ്പം നമ്മൾ ജസ്റ്റ് കണ്ണൊന്ന് അതിലേക്ക് നോക്കി എടുക്കും. അപ്പോൾ അത്രയും സ്മോൾ ടൈമിനെ നമുക്ക് എന്ത് ലിമിറ്റ് വെച്ച് എക്സ്പ്രസ് ചെയ്യാം? ഡെൽറ്റ ടി ടെൻസ് ടു 0. ടി 0 ആണോ? ഡെൽറ്റ ടി 0 ആണ്? 0 അല്ല, ബട്ട് എന്താണ് 0ന് അപ്രോക്സിമേറ്റ് എന്താ, അല്ലെങ്കിൽ ടെൻസ് ടു 0 ആണ്. അതാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അക്കോർഡിംഗ് ടു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇതിന് നമുക്ക് എങ്ങനെ വിളിക്കാം? ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ദ ലിമിറ്റ് ഓഫ് ദ ആവറേജ് വെലോസിറ്റി ആസ് ദ ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി ബിക്കം ഇൻഫിനിറ്റ്ലി സ്മോൾ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ജസ്റ്റ് ഇത് എഴുതിയാലും മതി കേട്ടോ. വെലോസിറ്റി ഓഫ് ആൻ ഇൻസ്റ്റൻറ്റ്, വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ, അത് വേണമെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ഫോമിൽ എഴുതിയാലും മതി, അല്ലെങ്കിൽ എഴുതി കുഴപ്പമൊന്നുമില്ല. ഇത്രയും ആയാലും തന്നെ പെർഫെക്റ്റ് ആയിരിക്കും. v is equal to dx by dt എന്ന് കിട്ടും. dx by dt is the differential coefficient of x with respect to t. It is the rate of change of position with respect to time. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ d by dt എന്ന് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് ഓഫ് എന്ന് മതി. കാരണം റേറ്റ് മീൻസ് എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പറഞ്ഞാൽ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അതൊരു ബേസിക്കലി ആക്സെപ്റ്റഡ് ഒരു ട്രൂത്താണ്, ഒരു ഫാക്റ്റാണ്. പക്ഷേ d by dx എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, റേറ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ നമ്മൾ ആ ജസ്റ്റ് ആ കാര്യങ്ങളും കൂടെ ഓർക്കുക. അപ്പോൾ ഇവിടെ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ ആക്കുക, അതാണ് റേറ്റ്. ഡി ബൈ ഡി ടി ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ടൈം നമുക്ക് പറയേണ്ട ആവശ്യമില്ല, വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇനി ചില കേസിൽ ഓക്കെ അതിപ്പം ഡിസ്കസ് ചെയ്യില്ല, ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ വി എന്ന് പറയുന്നത് എന്താണ്, ഡി എക്സ് ബൈ വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് പറഞ്ഞു. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിന് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വെലോസിറ്റി 24 m/s ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ വെറും ഈ 24 മാത്രമായിരിക്കും. ഇനി വെലോസിറ്റി -24 m/s ആണെങ്കിലും അതിൻ്റെയും ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് 24 ആയിരിക്കും. കാരണം നമ്മൾ എന്തെങ്കിലും ഈ മൈനസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ സൈൻ വന്നാൽ ആ സൈൻ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷനെ കാണിക്കാനാണ്. അവിടെ ഡയറക്ഷൻ നമ്മൾ എന്തെങ്കിലും കൺസിഡർ ചെയ്യില്ല, സ്പീഡിൽ ചെക്ക് ചെയ്യില്ല. കാരണം എന്താണ്, സ്പീഡ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. അപ്പോൾ -24 ആണെങ്കിലും 24 ആണെങ്കിലും വെലോസിറ്റി 24 ആണെങ്കിലും -24 ആണെങ്കിലും അതിൻ്റെ അസോസിയേറ്റ് ചെയ്ത സ്പീഡ് എന്ന് പറയുന്നത് അതിൻ്റെ സ്കാലാർ ആയിട്ടുള്ള 24 മാത്രമായിരിക്കും. ഇനി നമുക്ക് യൂണിഫോം മോഷൻ നോക്കാം. എന്തായിരിക്കും യൂണിഫോം മോഷൻ? നമ്മളിത് റെക്റ്റിലീനിയർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ആ ബോഡി കവേഴ്സ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതായത് നമ്മൾ ആ ഒരു ബോഡി കൺസിഡർ ചെയ്യുക, ഒരു കാറ് നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്തു, 10 മിനിറ്റ് കൊണ്ട് 10 മീറ്റർ കവർ ചെയ്തു, അല്ലെങ്കിൽ 10 കിലോമീറ്റർ കവർ ചെയ്തു. നെക്സ്റ്റ് 10 മിനിറ്റ് കൊണ്ട് നെക്സ്റ്റ് 10 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പം ആ കാർ ഈസ് എന്താ സെറ്റ് ടു ബി ഇൻ എ യൂണിഫോം മോഷൻ. എ ഒബ്ജക്റ്റ് ഈസ് സെറ്റ് ടു ബി ഇൻ എ യൂണിഫോം മോഷൻ ഇഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഈ കവേഴ്സ്, അതായത് അത് ട്രാവൽ ചെയ്യുന്നത്, നമ്മൾ കാറാണെങ്കിൽ അത് ട്രാവൽ ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ആൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. സോ covers equal distance in equal interval of time. It is said to be uniform motion along a straight line. In uniform motion, velocity of the object എന്തായിരിക്കും, remains constant. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു യൂണിഫോം മോഷൻ്റെ ഒരു കേസ് ഉണ്ട്. അപ്പോൾ ഒരു കാറാണ് പോകുന്നത്. അപ്പോൾ ഈ കാറ് ആദ്യത്തെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ, ഇവിടേക്ക് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത്രയും എത്ര ട്രാവൽ ചെയ്തു, 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. നെക്സ്റ്റ് 10, അതായത് ഇവിടെ മുതൽ ഇവിടേക്ക് എത്തുമ്പോൾ അത് 20 ആവും. അതായത് നെക്സ്റ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എഗെയിൻ എത്ര അയച്ചു, 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഇനി എഗെയിൻ അടുത്ത 10, അതായത് ഇവിടെ 30 ആവുന്ന സമയത്ത് വീണ്ടും എത്ര ട്രാവൽ ചെയ്തു, 10 കിലോമീറ്ററായി. അങ്ങനെയാണെങ്കിൽ ഈ കാർ എന്താണെന്ന് പറയാം, യൂണിഫോം മോഷൻ ആവുമെന്ന് പറയാം. അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് നോൺ യൂണിഫോം മോഷൻ. അപ്പോൾ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് അതായത്
equal distance in equal interval of time. ഇതാണെന്ത് യൂണിഫോം. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണെന്ത് യൂണിഫോം മോഷൻ. ഇനി എന്താ ചെയ്യുക, നോൺ യൂണിഫോമിൽ എന്ത് ചെയ്യും, അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ അൺഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് നമുക്ക് പറയാം. അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ അൺഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ അൺഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് പറയാം. അല്ലെങ്കിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് പറയാം. അല്ലെങ്കിൽ രണ്ടും ഈക്വൽ അല്ലെങ്കിൽ അല്ലാത്ത കേസൊക്കെ എന്താണ്, നോൺ യൂണിഫോം ആണ്. അതായത് ഇപ്പം ഒരു കാറ് ട്രാവൽ ചെയ്തു, ആദ്യത്തെ 10 മിനിറ്റിൽ ഇത് എത്ര കിലോമീറ്റർ, 5 കിലോമീറ്റർ. നെക്സ്റ്റ് 10 മിനിറ്റ്, അതായത് ഇവിടെ ഈ ഇൻ്റർവൽ ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ഈ ഒരു ഇതിൽ എത്ര കണ്ടു, 7 ഇതാക്കി. ഇവിടെ അടുത്ത 10ൽ ഇതൊരു 10 ട്രാവൽ ചെയ്തു. അപ്പോൾ ഇതെന്താണ്, ഈ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണ്, പക്ഷേ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഫസ്റ്റ് 5 കിലോമീറ്ററേ കവർ ചെയ്തുള്ളൂ, പിന്നെ 7 കിലോമീറ്റർ, പിന്നെ 10 കിലോമീറ്ററേ കവർ ചെയ്തുള്ളൂ. അപ്പോൾ ഇതെന്താണ്, നോൺ യൂണിഫോം ആണ്. ഇനി നമ്മൾ ഇതേ സെയിം തന്നെ, അതായത് ആദ്യത്തെ 10 കിലോമീറ്റർ കവർ ചെയ്യാൻ ഇത് എത്ര എടുത്തു, ഒരു 5 മിനിറ്റ് എടുത്തു. നെക്സ്റ്റ് 10 കിലോമീറ്റർ കവർ ചെയ്യാൻ റോഡ് മോശം, അങ്ങനെ ബ്ലോക്കോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 25 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര 20 മിനിറ്റ് എടുത്തു. ഇവിടെ ആദ്യത്തത് 5 ടൈം മിനിറ്റ്, ഇവിടെ 20. നെക്സ്റ്റ് ഒരു 10 മിനിറ്റ് 35, ഒരു 10 മിനിറ്റ് കൊണ്ട് നെക്സ്റ്റ് 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ ഇതും എന്തുതന്നെയാണ്, നോൺ യൂണിഫോം മോഷനാണ്. അല്ലെങ്കിൽ ഇനി ഇങ്ങനെ വെക്കാം, ആദ്യത്തെ 2 മിനിറ്റിൽ 1 കിലോമീറ്റർ, പിന്നെ ഒരു 5 മിനിറ്റിൽ, ഇവിടെ 2 ഇൻ്റർവെൽ, ഇവിടെ 5 - 2 = 3, ഇവിടെ ഒരു 2 കിലോമീറ്റർ. ഇനി ഇവിടെ 10 എടുക്കുക, അപ്പോൾ ഇത് ഇൻ്റർവെൽ 5, ഇവിടെ ഒരു 10. അപ്പോൾ എന്താണ്, ഇൻ്റർവെല്ലും ഈക്വൽ അല്ല, ഡിസ്റ്റൻസും ഈക്വൽ അല്ല. അങ്ങനത്തെ കേസൊക്കെ എന്താണ്, നോൺ യൂണിഫോം മോഷനാണ്. ഇനി പറഞ്ഞു, യൂണിഫോം മോഷനിൽ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇതാണ് യൂണിഫോം മോഷൻ. ഫസ്റ്റ് 10 മിനിറ്റിൽ 10 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്തത്. നെക്സ്റ്റ് 10 മിനിറ്റിൽ, അതായത് 20, ഇത് 10, 10 കിലോമീറ്റർ അഗെയിൻ. നെക്സ്റ്റ് 10, ഇവിടെ 30 വരുമ്പോൾ 10 കിലോമീറ്റർ അഗെയിൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെല്ലിലെ വെലോസിറ്റി നോക്കുമ്പോൾ V = എന്താണ്, S/T, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ T. ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്ര, 10 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 10 മിനിറ്റ്, ദാറ്റ് ഈസ് 1 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് രണ്ടാമത്തെ കേസിലെ വെലോസിറ്റി പറയുമ്പം ഇവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, അത് എത്ര തന്നെയാണ്, 10 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ഈ 20 - 10 അഗെയിൻ 10. അപ്പോൾ 10/10 = 1 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെയും 10 കിലോമീറ്റർ തന്നെയാണ്, ഡിവൈഡഡ് ബൈ ടൈം അത്ര വരും, 30 - 20, ദാറ്റ് ഈസ് അഗെയിൻ 1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ യൂണിഫോം മോഷനിൽ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരെ വെച്ചാൽ വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ എ യൂണിഫോം മോഷൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ആക്സിലറേഷൻ നോക്കാം. അപ്പം ആക്സിലറേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വെലോസിറ്റി പറഞ്ഞല്ലോ, ഈ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആക്സിലറേഷൻ. ആക്സിലറേഷന് നമ്മൾ A എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. വെലോസിറ്റിയെ V ആയിരുന്നു കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എഴുതിയിട്ടാണ്, റിവിഷനും ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകാത്തത്. അപ്പം A എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത്, ആക്സിലറേഷൻ. അപ്പം നമ്മളിപ്പം ഒരു കാറൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കാറ് ഒരേ സ്പീഡിലാണ് പോവുക, അല്ല സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്നതാണ് ആക്സിലറേറ്റർ. അപ്പോൾ ആക്സിലറേറ്ററിൻ്റെ പർപ്പസ് എന്താണ്, ടു ഇൻക്രീസ് ദ ആക്സിലറേറ്റർ, അല്ലെങ്കിൽ നമ്മൾ ടു ഡിക്രീസ് ദ ആക്സിലറേറ്റർ. അപ്പോൾ കാറ് ഓടിക്കുന്ന അറിയാം നമുക്ക്, അത് ആക്സിലറേറ്റർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഇതാണ്. അപ്പം ആക്സിലറേറ്റഡ് മോഷനിൽ ഒരിക്കലും എന്തായിരിക്കില്ല, വെലോസിറ്റി നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റി കുറയ്ക്കും. അപ്പം ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇതിന് നമുക്ക് എങ്ങനെ ഡെഫിനേഷൻ കൊടുക്കാം, ഡിവൈഡഡ് ബൈ ടൈം ആണല്ലോ. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആക്സിലറേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പോൾ നമുക്കൊരു ടൈം ഇൻ്റർവെല്ലാണ് തന്നതെങ്കിൽ, അപ്പം അതായത് ഒരു 2 ടൈം ഇൻ്റർവെൽ T1 T2, അപ്പോൾ T1ലുള്ള വെലോസിറ്റി V1 ആണെങ്കിൽ T2ലുള്ള വെലോസിറ്റി V2, 2 ടൈം ഇൻ്റർവെലാണ് തന്നത്. T1ലുള്ള വെലോസിറ്റി V1ഉം T2ലുള്ള വെലോസിറ്റി V2 ആണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ എങ്ങനെ എഴുതാം, ഇവിടുത്തെ വെലോസിറ്റി ചേഞ്ച് അതെന്ത് വരും, V2 - V1, ഇതൊക്കെ വെക്ടറാണ്, അതുകൊണ്ടാണ് മേലെ ആരോ ഇട്ടത്, ഡിവൈഡഡ് ബൈ T2 - T1 എഴുതാം, ദാറ്റ് ഈസ് ΔV ഡിവൈഡഡ് ബൈ ΔT.
ഓക്കെ, ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈമിൻ്റെത് സെക്കൻഡ്. അപ്പം മീറ്റർ പെർ ഇതെങ്ങനെ മാറ്റിയത്? ഈ സെക്കൻഡ് ഒന്നും ക്യാൻസൽ ചെയ്യില്ല കേട്ടോ. ഇതെങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് അറിയില്ലേ? മേലെ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ്. ഇത് ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് മാറ്റുക? നമ്മൾ ഈ ഒരു ഫോർമുല പഠിച്ചില്ലേ? A/B ഡിവൈഡഡ് ബൈ C/D ഈസ് ഈക്വൽ ടു എന്ത് വരും? A/D ഡിവൈഡഡ് ബൈ B × C. ഇവിടെ എസിൻ്റെ താഴെ എന്താണ്? ശരിക്കും 1 ആണ്. അപ്പോൾ എങ്ങനെ വരും? M×1 ഡിവൈഡഡ് ബൈ S×S. അങ്ങനെയാണ് ഇത് എന്ത് വരുന്നത്? ഇവിടെ എഴുതാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അല്ലാതെ എസ് ഒന്നും പോയി ക്യാൻസൽ ചെയ്യരുത് ആരും. അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർക്കണം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, A/B ഒരു സെറ്റും C/D വേറൊരു സെറ്റും. ഇവിടെ M/S ആണ് ഫസ്റ്റത്തെ ടേം, അതൊരു സെറ്റാണ്. ദെൻ S ഒറ്റക്കാണ്. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം? 1 എന്ന് കൊടുക്കാം. അങ്ങനെയാണ് ഈ ഒരു ഫോർമുല AD ഡിവൈഡഡ് ബൈ BC. ആ ഒരു ഫോർമുല മാത്രം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ പ്രോബ്ലംസും ഫിസിക്സിൽ ഈസിയാവും. നിങ്ങൾക്ക് അധികം തെറ്റിപ്പോകുന്നത് അങ്ങനെ. അപ്പോൾ യൂണിറ്റ് എന്ത് കിട്ടി? യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഈക്വൽ ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ എന്ത് കിട്ടും? ഡയമെൻഷൻ മീറ്ററിൻ്റെ ഡയമെൻഷൻ ലെങ്ത്ത് L, സെക്കൻഡിൻ്റേത് T. അത് താഴെ ആയതുകൊണ്ട് T⁻², LT⁻². ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു LT⁻². ഇനി ആക്സിലറേഷൻ 2 കേസുണ്ട്. ഒന്ന് ആക്സിലറേഷൻ പോസിറ്റീവ് ആവുന്ന കേസും ഒന്ന് നെഗറ്റീവ് ആവുന്ന കേസും. അതായത് ഈ പോസിറ്റീവ് ആവുന്ന കേസ് പറഞ്ഞാൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇഫ് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈമിനനുസരിച്ച് വെലോസിറ്റി കൂടുകയാണ്. വെലോസിറ്റി കൂടുക പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പം ഞാൻ ഒരു ഇത് പറയാം, 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എടുക്കുക. 5 മിനിറ്റ് കൊണ്ട് ഒരു വണ്ടി, ഒരു വെഹിക്കിള് 5 കിലോമീറ്റർ കവർ ചെയ്തതിനാണോ, സെയിം 5 മിനിറ്റ് കൊണ്ട് 10 കിലോമീറ്റർ കവർ ചെയ്തതിനാണോ വെലോസിറ്റി കൂടുതലാവുക? 10 കിലോമീറ്റർ കവർ ചെയ്തത്. കാരണം അത്രയും കൂടുതൽ അത് സ്പീഡിൽ അല്ലെങ്കിൽ വെലോസിറ്റിയിൽ പോയതുകൊണ്ടാണല്ലോ അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തത്. അപ്പം വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? ആക്സിലറേഷൻ കൂടും. അപ്പം ആക്സിലറേഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആവും. ദാറ്റ് ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. ഇനി ഈ വെലോസിറ്റി ടൈമിനനുസരിച്ച് കുറയാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മളിപ്പോൾ ഒരു 1 അവറൊക്കെയാണ് ബ്ലോക്കിൽ പെടുന്നതെങ്കിൽ ഈ 1 അവർ കൊണ്ട് ചിലപ്പോൾ നമ്മൾ 2-3 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ ജസ്റ്റ് വണ്ടി സ്റ്റോപ്പ് ചെയ്യാതെ മെല്ലെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ബ്ലോക്ക് ആണെങ്കിൽ അവിടെ എന്താണ്? ആക്സിലറേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ആ കേസിൽ ആക്സിലറേഷൻ എന്താണ്? നെഗറ്റീവാണ്. ഈ നെഗറ്റീവായിട്ടുള്ള ആക്സിലറേഷനെ നമുക്ക് വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ. റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ ഞാൻ കാണിച്ചു തരാമേ. നെഗറ്റീവ് ആക്സലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ ഓർ ഡീസലറേഷൻ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്ന് പറയാം. ആവറേജ് ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ടൈം ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ആക്സലറേഷൻ. അത് നമ്മൾ ഒരു 1 ഡയമെൻഷണൽ മോഷനിലാണ് ഇവിടെ കൺസിഡർ ചെയ്തത്. നമ്മൾ ജസ്റ്റ് ആവറേജ് ആക്സലറേഷനാണ് കൺസിഡർ ചെയ്യുക. ആവറേജ് ആക്സലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 വെലോസിറ്റി തന്നാൽ അതിൻ്റെ വെലോസിറ്റി ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ടൈം ഡിഫറൻസ് ΔV/ΔT ആണ് ആവറേജ് ആക്സലറേഷൻ. ദെൻ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതിൻ്റെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലല്ലേ, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം വെലോസിറ്റി എന്താണ്? വെക്റ്ററാണ്. ഇനി വെലോസിറ്റി ഇൻക്രീസ് ആണെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവും, വെലോസിറ്റി ഡിക്രീസ് ആണെങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആക്സലറേഷനെ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ ഓർ ഡീസലറേഷൻ. നെക്സ്റ്റ് നോക്കാനുള്ള യൂണിഫോം ആക്സിലറേഷനും ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷനും. യൂണിഫോം ആക്സിലറേഷൻ എന്താണ്? നമ്മൾ നേരത്തെ യൂണിഫോം മോഷൻ പറഞ്ഞ പോലെ തന്നെയാണ് യൂണിഫോം ആക്സിലറേഷൻ. എ ബോഡി ടേക്സ് ഈക്വൽ ആക്സിലറേഷൻ ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അതായത് ഇഫ് ദ ബോഡി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ച് ബൈ എൻ ഈക്വൽ എമൗണ്ട് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ഇറ്റ് ഹാസ് എ യൂണിഫോം ആക്സിലറേഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു ടൈമിൽ അതിൻ്റെ ആക്സിലറേഷൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് പറയാം. യൂണിഫോം ആക്സിലറേഷൻ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ്റെ വാല്യൂ ഇതാക്കുക. അപ്പോൾ നമ്മളെങ്ങനെ അത് വയ്ക്കുക? അതായത് അതിൻ്റെ വെലോസിറ്റി വെച്ചാൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ V ഡിവൈഡഡ് ബൈ T അല്ലേ. അപ്പോൾ നമ്മളൊരു ടൈം ഇൻ്റർവെൽ എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത 10 മിനിറ്റ് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി പറഞ്ഞാൽ 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നെക്സ്റ്റ് 10 മിനിറ്റിലും അതെന്താണ്? 1 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. അപ്പോൾ യൂണിഫോം
ആക്സിലറേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലും ഈക്വൽ എന്താണ് വെലോസിറ്റി ചേഞ്ച് ആണ്. ഇഫ് ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജെക്ട് ചേഞ്ച് ബൈ ഈക്വൽ എമൗണ്ട് ഓഫ് ദ ടൈം ഇറ്റ് ഹാസ് എ യൂണിഫോം ആക്സിലറേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്താണ് യൂണിഫോം ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ പറഞ്ഞാൽ ആക്സിലറേഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് കിട്ടും. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. അത് ജസ്റ്റൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത്രയൊക്കെ മെയിനായിട്ട് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇത് പറയുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഗ്രാഫുകളും ഇക്വേഷൻസൊക്കെ ഉള്ളത് എല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ച ഗ്രാഫുകളാണ്. അപ്പോൾ നമുക്ക് 3 ഗ്രാഫാണ് മെയിനായിട്ട് ഇതിൽ പഠിക്കുന്നത്. അതൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഗ്രാഫുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫും, രണ്ടാമത്തേത് വെലോസിറ്റി ടൈം ഗ്രാഫും, മൂന്നാമത്തേത് ആക്സിലറേഷൻ ടൈം ഗ്രാഫും. ഈ 3 ഗ്രാഫിലും എപ്പോഴും നമ്മൾ 2 ആക്സിസ് വരയ്ക്കുമല്ലോ. ഇത് എക്സും ഇത് വൈയും, എക്സും വൈയും. എപ്പോഴും ടൈം ആക്സിസ് നമ്മൾ എടുക്കുന്നത് എക്സിലാണ്. ടൈം ആക്സിസ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് എക്സിലാണ്. വൈയിൽ നമ്മൾ പൊസിഷനാണ് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഗ്രാഫ് ഈസ് നോൺ ആസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇഫ് വി ടേക്ക് velocity in the y-axis, then it is known as the velocity time graph. If we take acceleration in the y-axis, then it is called the acceleration time graph. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കാം. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ എക്സ് ആക്സിസിൽ എന്താ വരിക? എക്സ് ആക്സിസിൽ ടൈമിന് നമ്മൾ സ്മോൾ ടി എന്ന് കൊടുക്കും. അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. ടൈം ടി സെക്കൻഡ്. ഇനി ഇവിടെ എന്ത് വരും? പൊസിഷൻ എക്സ്, അതിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യമാണ്. എന്താണ് വാരിയബിൾ, ഏത് ഇഞ്ചിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ മാർക്ക് ചെയ്യും. അതിൻ്റെ എന്തും കൂടെ മാർക്ക് ചെയ്യണം, യൂണിറ്റും കൂടെ ജസ്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ നോക്കാം, നമുക്ക് പല പ്രോബ്ലംസും ഇങ്ങനെ ഗ്രാഫ് എന്ന് വരും. അപ്പം ഒരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ആക്സിസ് പറഞ്ഞാൽ ഇത് 1 മീറ്റർ ആയിരിക്കും, ഇത് 2 മീറ്റർ ആയിരിക്കും, ഇത് 3 മീറ്റർ ആയിരിക്കും, ഇത് 1 മിനിറ്റ് ആയിരിക്കും, 2 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു കാറ് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്തു. നമുക്ക് ഒരു പ്രോബ്ലം തന്നാൽ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനറിയാം. അപ്പോൾ ഇനീഷ്യൽ ടൈമാണ് ഇത്, ടൈം ആക്സിസ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഇനീഷ്യൽ ടൈം കാർ എന്താണ്? റെസ്റ്റിലാണ്. അപ്പോൾ കാറ് റെസ്റ്റിലാകുമ്പം ഇതാണല്ലോ ഇനീഷ്യൽ ടൈം. അതിൻ്റെ പൊസിഷന് നമ്മൾ 0 ആയിട്ട് എടുക്കും. ഇനി അതല്ലാത്ത കേസ് ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഒരു റെഫറൻസ് ഒക്കെ വെച്ച് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഈസിക്ക് വേണ്ടി എടുക്കാം. ഇനി 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാർ എവിടെ എത്തി? കാറ് 5 മീറ്റർ ട്രാവൽ ചെയ്തു. 1 മിനിറ്റിൽ കാറ് 5 മീറ്റർ ട്രാവൽ ചെയ്തു. 1 മിനിറ്റിൽ കാറ് ഒരു അപ്രോക്സിമേറ്റ് ഇതാണ് കേട്ടോ, പ്രോപ്പറായിട്ടുള്ള ഡാറ്റ ഒന്നുമല്ലേ. അപ്പോൾ 1 മിനിറ്റിൽ 5 മീറ്ററാണ് ട്രാവൽ ചെയ്തത്. അതായത് ഇവിടെ 1 മിനിറ്റ് എടുക്കുമ്പോൾ കാർ എവിടെ എത്തി? 5 മിനിറ്റിലെത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 2 പോയിൻറ്റ് ജസ്റ്റ് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് രണ്ടാമത്തെ മിനിറ്റിൽ കാറ് ഒരു 12 മീറ്ററാണ് ട്രാവൽ ചെയ്തത്. രണ്ടാമത്തെ മിനിറ്റിൽ, ഇത് ഞാൻ യൂണിഫോം ഒന്നുമല്ല കേട്ടോ, ജസ്റ്റ് വരയ്ക്കുന്ന രൂപം പറഞ്ഞതാണ്. രണ്ടാമത്തെ 12 മിനിറ്റാണ്. അപ്പോൾ ഇത് 10, 11, 12 ഏകദേശം ഈ ഒരു പോയിന്റിലേക്ക് വരും. അപ്പോൾ ഇവിടെയും രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ ഒരു മിനിറ്റിൽ ഇത് 15, ഇവിടെ ഒരു 20 ഉണ്ടെങ്കിൽ 20 ഡിസ്റ്റൻസ് എടുത്തെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ജസ്റ്റ് ഇങ്ങനെ വരച്ച് പോവാം. അതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റമുണ്ട്, നമ്മുടെ യൂണിഫോം മോഷൻ അല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. എക്സിൽ നമ്മൾ ഏത് ടൈമിൽ, ഇപ്പോൾ 1ാമത്തെ മിനിറ്റിൽ എത്ര ഉണ്ട് അത് വൈയിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് രണ്ടും കൂടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പം അതൊരു കോയിൻസൈഡ് ചെയ്യുന്ന ആ പോയിന്റ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് 2ാമത്തെ മിനിറ്റിൽ അത് എത്രയാണെന്ന് നോക്കുക, അതിൻ്റെ വൈയിലെ വാല്യൂ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടുത്തെ പോയിന്റ് കോയിൻസൈഡ് ചെയ്യുക. അങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. അപ്പം നമുക്ക് കിട്ടേണ്ട കുറച്ച് ഡാറ്റാസ് ഉണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കുമ്പം നമുക്ക് കിട്ടുന്ന ഡാറ്റയാണ് വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ഡാറ്റയാണ് വെലോസിറ്റി. അത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഒന്ന് നോക്കുക. യൂണിഫോം മോഷൻ്റെ ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്, യൂണിഫോം മോഷൻ. അപ്പോൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കും? ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും കവർ ചെയ്തത്. എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആണെന്ത്? യൂണിഫോം മോഷൻ. അപ്പോൾ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കാം. മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് യൂണിഫോം മോഷനാണ് നോക്കുന്നത്.
മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ സേ എക്സ് ആക്സിസ് ഓൺലി എക്സ് കോർഡിനേറ്റ് വാരീസ് വിത്ത് ടൈം ആൻഡ് വി ഹാവ് ആൻ എക്സ് ടി ഗ്രാഫ്. അപ്പം നമ്മളിവിടെ 1 ഡയമെൻഷൻ ആയതുകൊണ്ടാണ് ഒരു ഗ്രാഫ് മാത്രം കൺസിഡർ ചെയ്തത്. അപ്പം അതിൻ്റെ എന്താ പറയുക, യൂണിഫോം മോഷൻ്റെ കേസിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു യൂണിഫോം മോഷനിൽ എന്ത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ നേരത്തെ 1 മീറ്റർ/സെക്കൻഡ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ 3 ഗ്രാഫ് ഇത് ഞാൻ ജസ്റ്റ് വരയ്ക്കാം. ഇനി യൂണിഫോം പോസിറ്റീവാണ് അതിൻ്റെ വെലോസിറ്റി എങ്കിൽ, അതായത് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം പോസിറ്റീവ്, അതായത് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ പോയിന്റ് 0 സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത്, അല്ലെങ്കിൽ വെലോസിറ്റി യൂണിഫോം ആണ്, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. എക്സ് ഇതിവിടെ ടി ഇങ്ങനെ ഈ ഒരു ഷേപ്പിലായിരിക്കും. ഇനി അതിൻ്റെ നെഗറ്റീവാണ്, യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യും, അതായത് കുറഞ്ഞു വരികയാണ്. ഇത് നമ്മളിപ്പം ട്രെയിനൊക്കെ നിർത്തുന്ന ഒരു കേസിലൊക്കെയാണ് ഇത് വരിക. ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ട്രെയിൻ ആദ്യം ബ്രേക്ക് അടിച്ചു കഴിഞ്ഞാലും കുറച്ചധികം ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്യുമല്ലോ. അപ്പം അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരികയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. യൂണിഫോം തന്നെയാണ്, നെഗറ്റീവ് വെലോസിറ്റിയാണ്. ആ കേസിലാണ് ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്ന ഫോമിൽ ഗ്രാഫ് വരിക. ഇനി സ്റ്റേറ്റിലാണെങ്കിൽ, അതായത് ബോഡി ഒബ്ജക്റ്റിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം ഈ ഒരു ഡിസ്റ്റൻസിലാണ് ആദ്യം ബോഡി ഉള്ളത് എന്ന് അസ്യൂം ചെയ്യുക. ഇനി 1 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് അനങ്ങുന്നില്ല, അപ്പോൾ ഇത് പിന്നെ ഇവിടെ തന്നെ അല്ലേ ഉണ്ടാവുക. ടൈം പക്ഷെ എന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഒരു 10 മണിക്കൂർ കഴിഞ്ഞാലും അത് എവിടെ തന്നെ ഉണ്ടാവും, ഈ പൊസിഷനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യും, ടൈം ആക്സിസിന് പാരലൽ ആയിരിക്കും വെൻ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ഈ 3 ഗ്രാഫ് നിങ്ങൾ ഇതാക്കുക. യൂണിഫോം പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശമാണ്. കാർ ആദ്യം ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് ആദ്യം അതിൻ്റെ ഇനീഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പിന്നെ അതിങ്ങനെ കുറഞ്ഞാണല്ലോ വരിക. അപ്പോൾ അതിങ്ങനെ ടൈമിനനുസരിച്ച് കുറഞ്ഞ് വരും. ആദ്യം ഇനീഷ്യൽ ഡിസ്റ്റൻസ് ഇത്ര ആയിരിക്കും. നെഗറ്റീവ് ആക്സിസ് എന്ന് പറയുന്നത് അത് കുറഞ്ഞതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി. ഇനി റെസ്റ്റിലാണെങ്കിലോ ഏത് ടൈമിന് ഇപ്പോൾ 2 ദിവസം ഒരു 365 ഡേയ്സ് 1 ഇയർ കഴിഞ്ഞാലും അതെന്താ ആ ഒരു പൊസിഷനിൽ തന്നെ റെസ്റ്റിലാണെങ്കിൽ ഉണ്ടാവും. അപ്പം എന്താവും, ദ ഗ്രാഫ് ഈസ് പാരലൽ ടു ദ ടൈം ആക്സിസിന് പാരലൽ ആയിരിക്കും ഉണ്ടാവുക. ഇനി പറഞ്ഞു സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് ദ വെലോസിറ്റി. അപ്പം അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ യൂണിഫോം പോസിറ്റീവ് മോഷനാണ് കൺസിഡർ ചെയ്തത്. നമ്മൾ അധിക കേസിലും അതാണ് കൺസിഡർ ചെയ്യുന്നത്. നെഗറ്റീവ് മോഷൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് അധിക കേസിലും നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് യൂണിഫോം പോസിറ്റീവ് മോഷനാണ്. ഈ നെഗറ്റീവ് കേസ് വരുന്ന ട്രെയിൻ നിർത്തുന്ന കേസിൽ, അങ്ങനത്തെ കേസിലൊക്കെയാണ്. കാരണം ട്രെയിൻ നിർത്തുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ഇങ്ങനെ കുറഞ്ഞ് വരുമല്ലോ. അത് ശരിക്കും എങ്ങനെ ആ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് എന്ന് നിങ്ങൾ ഇതാക്കുക. അപ്പം ആദ്യം അത് എന്ത് ചെയ്യും, ഈ ഒരു ടൈമിൽ ഇത്രയും ഡിസ്റ്റൻസ് ചിലപ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ മുന്നേ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട് കേട്ടോ, ശരിക്കും കാണാത്ത. ഇവിടെ മുതൽ നമ്മൾ ഇവിടെ ഈ ഒരു പോയിൻ്റിൽ എന്ത് ചെയ്തു, അത് കുറച്ചു. അപ്പോൾ ഈ ഒരു പോയിൻ്റിൽ നിന്ന് അതെന്ത് ചെയ്യും, ആദ്യം ഇതിപ്പോൾ ഒരു 5 മീറ്റർ ആണെങ്കിൽ അതെന്ത് ചെയ്യും, പിന്നെ അത് കുറഞ്ഞ് ഇങ്ങനെ വരില്ല. അങ്ങനെ കേട്ടോ ആ ഡിസ്റ്റൻസ് ഇങ്ങനെ ആയത്. ഈ ഭാഗം മാത്രമാണ് അതിൽ കാണിച്ചത്. അതിന് മുന്നേ എന്ത് ചെയ്യും, അത്രയും പോയിന്റിലെത്താൻ അതിന് മുന്നേ ഒരു യൂണിഫോം കേസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിപ്പോൾ നെഗറ്റീവ് വെലോസിറ്റിൻ്റെ കേസിൽ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് വെലോസിറ്റിയുമാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പിന് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഈ തീറ്റ എന്ന് പറയുന്നത് ടൈം ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസുമായിട്ട് ഈ ഗ്രാഫ് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പം നമ്മൾ ഗ്രാഫ് ഒരു യൂണിഫോം പോസിറ്റീവ് കേസ് കൺസിഡർ ചെയ്യുക. അപ്പം ഇത് ഇങ്ങോട്ടൊരു സ്ലോപ്പ് ഉണ്ടാക്കിയാൽ ഈ ആംഗിളാണ് എന്ത്, തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് സീക്വൽ ടു എങ്ങനെ എഴുതാം, അതിൻ്റെ സ്ലോപ്പ് സീക്വൽ ടു ടാൻ തീറ്റ. ഇത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് സ്ലോപ്പ് കിട്ടും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി കാണാനൊന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്ലോപ്പ് പോലെ ഇങ്ങനെ പഠിച്ചിട്ട് 2 ടൈമിലുള്ള, ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഇത് T1, ഇത് T2, ഇത് ഇങ്ങോട്ടുള്ളത് ഇത് x1, ഇത് x2 ആണെങ്കിൽ v = എന്ത് കിട്ടും, ഇവിടത്തേത് x2 മൈനസ് x1 ഈ ഒരു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഇങ്ങനെ നിങ്ങൾ കണ്ടിരിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ലോപ്പ് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോപ്പ് വെച്ചിട്ട് വെലോസിറ്റി കാണാം. അല്ലെങ്കിൽ 2 പോയിൻ്റ് കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പം ഒരു 2 മിനിറ്റിലുള്ളതും 3 മിനിറ്റിലുള്ളതും എന്താണ് പൊസിഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 3 മിനിറ്റിലുള്ള പൊസിഷൻ മൈനസ് 2 മിനിറ്റിലുള്ള പൊസിഷൻ ഡിവൈഡഡ് ബൈ 3 - 2 എന്ന് പറഞ്ഞ് ചെയ്യുക. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, വെലോസിറ്റി കിട്ടി. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ആണെന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്ത് വെക്കുക.
ഇനി ഇതേപോലെ നമ്മൾ യൂണിഫോം ആക്സിലറേഷൻ്റെ കേസിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ചിലപ്പം പ്രോബ്ലം ചോദിക്കേണ്ട. അപ്പോൾ പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഒരു പാരാബോളിക് ഷേപ്പാണ് വരിക. നെഗറ്റീവ് ആകുമ്പം ആ സ്ലോപ്പ് ചുരുങ്ങുന്ന രൂപത്തിൽ എഗെയിൻ ഒരു പാരാബോളിക്, അതായത് ഇതിൻ്റെ ഈ ഫേസ്, മുഖം എന്നൊക്കെ പറയല്ലോ, ഫേസ്, ഇതേത് ഷേപ്പാണ് നോക്കുക. ഇതേതാണ് ഷേപ്പ് വരിക, ഇത് കോൺകേവ് ഷേപ്പിലെ വരും, ഇവിടെ കോൺവെക്സ് ഷേപ്പിലെ. കോൺവെക്സ് വരുമ്പോൾ നെഗറ്റീവിലേക്ക് നിൽക്കുക. ഇനി സീറോ ആക്സിലറേഷനാണ്, ആക്സിലറേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകും. ആക്സിലറേഷൻ ഇല്ല മീൻസ് എന്താണ്, യൂണിഫോം. എ ഈക്വൽ ടു 0 മീൻസ് വി ഈക്വൽ ടു എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അതായത് എ ഈക്വൽ ടു എന്താണ്, dv/dt which is equal to 0 means v equal to constant. അപ്പോൾ v കോൺസ്റ്റൻ്റ് പറഞ്ഞാൽ യൂണിഫോം മോഷൻ്റെ കേസാണ് ഇങ്ങനെ പറഞ്ഞത്, ഒരു പോസിറ്റീവ് സ്ലോപ്പായിട്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ലിങ്ക് ചെയ്ത് പഠിക്കുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് ഫ്രീ ഫോളിൻ്റെതും കൂടെ ഒന്ന് നോക്കാം. ഇനി ഫ്രീ ഫോളിൻ്റെ കേസിൽ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ജസ്റ്റ് പാരാബോളിക്കായിട്ട് ഇങ്ങോട്ടാണ് വരിക. അവിടെ ആക്സിലറേഷൻ ഉണ്ടല്ലോ, യൂണിഫോം ആക്സിലറേഷൻ ഉള്ളൂ. പിന്നെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ജി നെഗറ്റീവായിട്ടാണ്, എ ഈക്വൽ ടു -g എന്ന് പറഞ്ഞല്ലേ ചൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വന്നത്. അപ്പോൾ ഈ ഫ്രീ ഫോളിൻ്റെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, താഴോട്ടാണ് വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക, ജസ്റ്റ് ഇങ്ങനെ ഒരു പാരാബോളിക് ഷേപ്പിലാണ് വരിക. കാരണം ഇവിടെ പാരാബോളിക് വന്നാൽ എന്താണ്, അവിടെ ആക്സിലറേഷൻ എന്നുള്ള ഇതുണ്ട്. ആക്സിലറേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ പാരാബോളിക് ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ പക്ഷേ നെഗറ്റീവിലേക്ക് വന്നത് വെച്ചാൽ ഇതിപ്പം ഒരു ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീഴുമ്പോഴല്ലേ ഫ്രീ ഫോൾ വരിക. അപ്പോൾ അത് ഇവിടെ ഹൈറ്റ് അല്ലെങ്കിൽ ആ ആക്സിലറേഷൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 0 താഴോട്ടെന്ന്. ഫ്രീ ഫോൾ വരുമ്പോൾ നമ്മളെപ്പോഴും ബേസ് ലെവൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈറ്റ് ആവില്ല, അവിടെ നിന്ന് താഴോട്ടല്ല വീഴുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ താഴോട്ട് നെഗറ്റീവ് എക്സ് ആക്സിസിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് XY പ്ലെയിനിലേക്ക് വന്നത്. ആ പോയിൻ്റ് കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ അഗെയിൻ എക്സ് ആക്സിസിൽ സാധാരണ പോലെയുള്ളതിൽ ടൈമും വൈ ആക്സിസിൽ എന്ത് വരും, വെലോസിറ്റി v. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മളിപ്പം ജസ്റ്റ് എന്തെങ്കിലും ഒരു ഷേപ്പിലൊരു ഗ്രാഫ് വരയ്ക്കുക വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുക വെച്ചാൽ, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമ്മളെടുത്താൽ കിട്ടുന്നത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. സ്ലോപ്പ് ഈക്വൽ ടു ആക്സിലറേഷൻ ആയിരിക്കും, ആക്സിലറേഷൻ. ഇനി അതിൻ്റെ ഏരിയ, അതായത് ഇപ്പോൾ ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ ഇത്രയും ഞാൻ ഷെയ്ഡ് ചെയ്ത ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ. ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ എങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു ബി പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹാഫ് BH യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഏരിയ കാണാം. അങ്ങനെ ഏരിയ കണ്ടാൽ കിട്ടുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ആ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് കിട്ടും, ഇതിൻ്റെ ഏരിയയിൽ നിന്ന് കിട്ടും. അതിനൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അടുത്ത ആക്സിലറേഷൻ ടൈം ഗ്രാഫും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് സ്ലോപ്പ് കണ്ടാൽ നമുക്ക് കിട്ടുന്ന ആക്സിലറേഷനും ഏരിയ കണ്ടാൽ കിട്ടുന്നത് ഡിസ്പ്ലേസ്മെൻറ്റും ആണെന്ന്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഒരു യൂണിഫോം മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കുക. അപ്പോൾ യൂണിഫോം മോഷൻ ആയതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞല്ലോ, യൂണിഫോം മോഷൻ ആയതുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നല്ലോ, റെസ്റ്റിലാവുമ്പം ടൈം ആക്സിസിന് പാരലൽ ആയിരിക്കും, കാരണം പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ വരെ യൂണിഫോം മോഷൻ ആകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ടൈം ആക്സിസിന് പാരലൽ ആയിരിക്കും എന്ത്, ഈ യു എന്നുള്ള വെലോസിറ്റി കർവ്. അപ്പം ഇതിൻ്റെ സ്ലോപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് ആക്സിലറേഷൻ ആണ്. ഇതിൻ്റെ സ്ലോപ്പ് 0 ആണ് അല്ലേ, 0 അല്ല സ്ലോപ്പ്, ചെരിവുണ്ടോ, ഇല്ല. അപ്പോൾ സ്ലോപ്പ് 0 ആയതുകൊണ്ട് ഇതിന് ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ യൂണിഫോം മോഷന് ആക്സിലറേഷൻ എന്താണ്, 0 ആണ്. പക്ഷേ അതിൻ്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ദ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ. ഇനി ഒരു ക്വസ്റ്റ്യൻ വരിക വെച്ചാൽ, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് ചോദിച്ചു, അതായത് ഇപ്പം പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് എന്ത് ഇൻഫർമേഷനാണ് കിട്ടുന്നത് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം. പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് അറ്റ് ആൻ ഇൻസ്റ്റൻ്റ് ഉള്ള പൊസിഷൻ നമുക്ക് കിട്ടുമല്ലോ. പിന്നെ അതിൻ്റെ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമല്ലോ. അതിൻ്റെ നാച്ചർ ഓഫ് മോഷൻ, ഏത് ഗ്രാഫിൻ്റെ ഷേപ്പ് മനസ്സിലാക്കിയിട്ട് അത് ഏത് ടൈപ്പ്, യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ, ആക്സിലറേറ്റഡ് ആണോ നെഗറ്റീവ് ഡീസലറേറ്റഡ് ആണോ, മീൻസ് നെഗറ്റീവ് ആക്സിലറേറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പൊസിഷൻ ടൈമിൽ നിന്ന് കിട്ടും. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഇൻസ്റ്റൻറ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും, സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. പിന്നെ നാച്ചർ ഓഫ് ദ ഗ്രാഫിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് ഏത് ഗ്രാഫാണ്, യൂണിഫോം മോഷൻ ആണോ, യൂണിഫോം വെലോസിറ്റി ആണോ, അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ആണോ. ഇതിപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്കിത് എന്താ പറയുക, ഇത് യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയാം. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ എന്താണ്, 0 ആണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം അതിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള പോയിൻ്റാണ്. സപ്പോസ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ
നമ്മൾ ജസ്റ്റ് ഒന്ന് ലോജിക്ക് അല്ലെങ്കിൽ കോമൺ സെൻസ് വെച്ച് എഴുതണം. ഒന്നാമത് എന്താണ് ഇൻഫർമേഷൻ കിട്ടുക, എന്നാലേ ആ ടൈമിൽ നിന്ന് എന്ത് കിട്ടും, അതിൻ്റെ ആ ടൈമിലുള്ള ഒന്നെങ്കിൽ വെലോസിറ്റി കിട്ടും, പൊസിഷൻ ടൈം ആണെങ്കിൽ പൊസിഷൻ കിട്ടും, ആക്സലറേഷൻ ടൈം ആണെങ്കിൽ ആക്സലറേഷൻ കിട്ടും, പിന്നെ നേച്ചർ ഓഫ് ദ ഒബ്ജക്റ്റിൻ്റെ നേച്ചർ ഓഫ് ദ പാത്ത് കിട്ടും, പിന്നെ സ്ലോപ്പ് എടുക്കുമ്പം ആക്സിലറേഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ, പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നാണെങ്കിൽ വെലോസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോയിൻ്റ് ആയിട്ട് എഴുതാം. ഇനി നമുക്ക് യൂണിഫോം ആക്സിലറേഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ വരുന്ന കേസിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ യൂണിഫോം മോഷനിൽ പോസിറ്റീവ് വെലോസിറ്റി പറഞ്ഞല്ലോ, അതേ ഷേപ്പിലുള്ള ഗ്രാഫായിരിക്കും കിട്ടുക. അത് നിങ്ങളൊന്ന് ലിങ്ക് ചെയ്ത് പഠിച്ചാൽ മതി. അതായത് പൊസിഷൻ ടൈം ഗ്രാഫിൽ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇത് എക്സ് ടി ഗ്രാഫാണ്, എക്സ് ടി ഗ്രാഫ് എന്ന്, ഇത് എക്സ്, ഇത് ടി. ഇനി അതേപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ അതേ ഷേപ്പ് തന്നെ ആയിരിക്കും കിട്ടുക. ഇത് എക്സ് ടി, ഇത് വി ടി. ഓക്കെ. ഇനി നെഗറ്റീവ് ആണെങ്കിൽ ഇതിൽ നമുക്ക് എങ്ങനെയായിരുന്നു കിട്ടി, ഇതിൽ നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ കിട്ടിയത്. അതേപോലെ ഇവിടെ നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ അതല്ലെങ്കിൽ ഡീസലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും, ഇങ്ങനെ വരും. ഇവിടെ വെലോസിറ്റി ടൈം, അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. അതായത് പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഷേപ്പിലാണ് വരിക. നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ജസ്റ്റ് കുറഞ്ഞു വരുന്ന രൂപത്തിലായിരിക്കാം. ഇനി അതായത് മോഷൻ ഇൻ എ നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ, അതായത് നമ്മളിപ്പം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയുക, നമ്മൾ ആദ്യം ഒന്ന് ഈ ഒരു പോയിന്റിൽ ഇവിടേക്ക് ട്രാവൽ ചെയ്തു ഇത്രയും, പിന്നെ അത് ഒരു സ്പീഡിൽ, ഇനി ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു കേസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു കേസിൻ്റെ ഒരു ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം. അതാണിത്. അതായത് V0 ടൈമിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരുന്നു, V0 ആയിരുന്നു. പിന്നെ ആ വെലോസിറ്റി ജസ്റ്റ് ബിറ്റ്വീൻ 0 to T1, ഈ T1 വരെ അതിൻ്റെ വെലോസിറ്റി പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ, അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ വെലോസിറ്റി എന്താണ്, കുറഞ്ഞാണ് വരുന്നത്, നെഗറ്റീവ് വെലോസിറ്റി ആയതുകൊണ്ട് ഇങ്ങനെ വരുന്നത്. ഇനി T2വിൽ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തതാണ് ഈ കാണിക്കുന്നത്. അപ്പം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കാണിക്കാൻ നമ്മൾ താഴോട്ട് ഈ ഒരു ഡയറക്ഷനിലാണ് മോഷൻ ഇൻ എ നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ എന്നാണ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ഓർത്ത് വെച്ചാൽ മതിയേ. പിന്നെ ഇതിൻ്റെ ഫ്രീ ഫോൾ ഉണ്ട്. ഫ്രീ ഫോൾ നമുക്ക് ലാസ്റ്റ് ഒരുമിച്ച് ഒറ്റ ഇതിൽ ആ മൂന്നും പൊസിഷനും വെലോസിറ്റി ടൈമും ആക്സിലറേഷൻ ടൈമും കൂടെ ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് പറഞ്ഞു, സ്ലോപ്പ് ആക്സിലറേഷനുമാണ്, അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് പൊസിഷൻ ആണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. ഇനി AT ഗ്രാഫാണെങ്കിൽ, അതായത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണെങ്കിൽ അത് ഇവിടെ ആക്സിലറേഷനും എക്സ് ആക്സിസിൽ ടൈമുമാണ് എടുക്കുക, വൈയിൽ ആക്സിലറേഷനും എക്സിൽ ടൈമുമാണ് എടുക്കുക. അപ്പം ഈ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ഒന്നും കാര്യമില്ല, പക്ഷെ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റിയാണ്. അപ്പം ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ, അല്ലെങ്കിൽ പൊസിഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എങ്ങോട്ട് എത്തും, വെലോസിറ്റി എടുക്കും. അവിടെ നിന്നാണ് നമ്മൾ എങ്ങോട്ട് എടുക്കുക, ആക്സിലറേഷൻ എടുക്കുക, എസ് വി എ. അപ്പം ഇതിന് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പം കിട്ടുന്ന പാരാമീറ്ററാണ് എന്ത്, സ്ലോപ്പ്. ഇങ്ങോട്ടേക്ക് എടുക്കുന്ന പാരാമീറ്ററാണ് സ്ലോപ്പ്, ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ കിട്ടുന്ന പാരാമീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. അതായത് ഇത് പൊസിഷൻ. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമ്മൾ സ്ലോപ്പാണ് എടുക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് ആരോ, അപ്പോൾ ഇങ്ങോട്ടായതുകൊണ്ട് ആരോ കിട്ടുന്നത് എന്താണ്, വെലോസിറ്റി. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമ്മൾ സ്ലോപ്പാണ് എടുക്കുന്നതെങ്കിൽ എഗൈൻ സ്ലോപ്പിൻ്റെ ആരോ ഇങ്ങോട്ടേക്കാണ്, അപ്പോൾ കിട്ടുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആക്സിലറേഷൻ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആരോ ഇങ്ങോട്ടാണല്ലോ, അപ്പം AT ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആരോ ഇങ്ങോട്ടാണ്, അപ്പം തൊട്ട് മുന്നത്തെ വെലോസിറ്റി കിട്ടും. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഏരിയ നോക്കുമ്പം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഗ്രാഫ് ഇങ്ങോട്ടാണ്, അപ്പോൾ എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ സ്ലോപ്പ് അല്ല കേട്ടോ, സോറി, ഏരിയ മാറിപ്പോയതേ, സ്ലോപ്പ് അല്ല, ഏരിയ ആണ്. അപ്പം ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഇങ്ങോട്ടാണ്, ഏരിയൻ്റെ ഡയറക്ഷൻ
പൊസിഷൻ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് മതി. SVA മുന്നോട്ടേക്ക് ഫോർവേഡ് ഡയറക്ഷനിലാണ് സ്ലോപ്പ്, ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് ഏരിയ. അപ്പോൾ ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൈനമാറ്റിക് ഇക്വേഷൻ ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആകുമ്പം അതിൻ്റെ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വെച്ചാണ് കൺസിഡർ ചെയ്യുക. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇത് നിങ്ങൾക്കറിയാം, അത് സെൻറ്ററിലാണ്. അതിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് ആക്സിലറേഷനും കിട്ടും, ഏരിയ എടുത്താൽ ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടും. പക്ഷേ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിന് ആകെ സ്ലോപ്പ് മാത്രമേ എടുക്കാനുള്ളൂ, ആക്സിലറേഷൻ ടൈം ഗ്രാഫിന് ആകെ ഏരിയ മാത്രമേ എടുക്കാനുള്ളൂ. പക്ഷേ രണ്ടുള്ളത് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫിനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വെലോസിറ്റി ടൈം ഗ്രാഫ് വെച്ചിട്ടാണ് കൈനമാറ്റിക് ഇക്വേഷൻ വെക്കുന്നത്. അപ്പം നോക്കുക, നമ്മൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഗ്രാഫ് ഉണ്ടാവുക. വെലോസിറ്റി ടൈം ഗ്രാഫിൽ യൂണിഫോം ആക്സിലറേഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഷേപ്പ് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇക്വേഷൻസൊക്കെ നമുക്കറിയാലോ, ഡെറിവേഷൻ അല്ലേ ബുദ്ധിയുണ്ട്. V = U + AT. പിന്നെ നെക്സ്റ്റ് എന്താണ്? S = UT + ½ AT². V² = U² + 2AS. അപ്പോൾ ഈ 3 ഇക്വേഷനും ഒരു റിലേഷൻ പോലെ പറയാം. ഇവിടെ എന്തുണ്ട്? വെലോസിറ്റി ഉണ്ട്, ഇത് ഫൈനൽ വെലോസിറ്റി, ഇത് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇതിൽ വെലോസിറ്റി ഉണ്ട്, ടൈമും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ പറയുന്നതാണ് വെലോസിറ്റി ടൈം റിലേഷൻ. ഇതിൽ പൊസിഷൻ ഉണ്ട്, S എന്ന് പറയുന്നത് പൊസിഷനാണ്, പൊസിഷൻ ഉണ്ട്, ടൈം ഉണ്ട്. അപ്പോൾ ഇതിനെ പറയുന്നതാണ് പൊസിഷൻ ടൈം റിലേഷൻ. ഇതിനെ പൊസിഷൻ വെലോസിറ്റി എന്ന് വിളിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ അടുത്ത ഇക്വേഷൻ നോക്കുക, ഇതിൽ ടൈമില്ല, ഇതിൽ വെലോസിറ്റിയും ആണ് പൊസിഷനും ആണ്. അതുകൊണ്ടാണ് ഇതിനെ പൊസിഷൻ വെലോസിറ്റി എന്ന് പറയുന്നത്. പൊസിഷൻ വെലോസിറ്റി. അപ്പോൾ ഇത് ടൈം ഉള്ളതിന് രണ്ടിനും ടൈം വെച്ചിട്ടും ടൈം ഇല്ലാത്തതിന് പൊസിഷൻ വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ നമുക്കിത് ഓരോന്നും ഡിറൈവ് ചെയ്ത് നോക്കാം. പക്ഷേ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ നമ്മളൊരു ഇനീഷ്യൽ വെലോസിറ്റി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇനീഷ്യൽ വെലോസിറ്റി എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ Y ആക്സിസിൽ ഇവിടെ വെലോസിറ്റി, X ആക്സിസിൽ ടൈം ആക്സിസാണ്. അപ്പോൾ നമ്മളൊരു T എന്നുള്ള സെക്കൻഡ് 0 എന്നുള്ള ആ ഒരു ടൈമിൽ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി അതിന് U ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഒരു ആ ഒരു പോയിൻ്റ് AU ആയിട്ട് കൺസിഡർ ചെയ്യുക. B എന്നൊരു പോയിന്റിലാണ് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി ഉള്ളത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി B ആണെങ്കിൽ അത് നമ്മൾക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് V, ഫൈനൽ വെലോസിറ്റി V. ഈ ഒരു പോയിൻ്റ് B എന്നുള്ള പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റിയാണ് V. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമാണ് ടൈം T. അതായത് ഇനീഷ്യലിലുള്ള ടൈം 0 ആയിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്ക് വെലോസിറ്റി അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? ഇവിടെ V, ഇത് U. അപ്പോൾ ഇത് V - U ആയിരിക്കും. ഡൗട്ടൊന്നുമില്ലല്ലോ അതിൽ, V - U. ഇനി ഇതിൻ്റെ ഫ്രം ദ ഗ്രാഫ് നമുക്ക് ഏത് ഇക്വേഷനാണ് കിട്ടേണ്ടത്? V = U + AT. അതായത് ഈ ഇക്വേഷൻ്റെ പേരെന്താണ്? വെലോസിറ്റി ടൈം റിലേഷൻ. അപ്പോൾ വെലോസിറ്റി ടൈം റിലേഷനിൽ ഈ ഗ്രാഫിൽ തന്നെ Vയും U ഉണ്ട്. നമുക്ക് ഇതിൽ കിട്ടേണ്ടത് A എന്നുള്ള കാര്യം മാത്രമേ കിട്ടേണ്ടത്. അപ്പോൾ A എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് A കിട്ടാൻ എന്ത് ചെയ്യണം? അതിൻ്റെ സ്ലോപ്പ് എടുക്കണം. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്ലോപ്പ് = അല്ലെങ്കിൽ നമ്മുടെ ആ ഡെറിവേഷനിൽ സ്ലോപ്പ് = ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തുടങ്ങിയാൽ മതി. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? സ്ലോപ്പ് കാണാം. അപ്പോൾ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് പറഞ്ഞാൽ y ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ x. അപ്പോൾ എന്ത് വരും? ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു പോയിന്റിൽ നമ്മൾ C എന്ന് കൊടുക്കുക, ഇതിന് D എന്നൊക്കെ കൊടുത്താൽ ഈ ഒരു ഡിസ്റ്റൻസ് BC ഡിവൈഡഡ് ബൈ ഈ ഒരു പോയിന്റ് A ആണ്. ഇത് C. അപ്പോൾ BC ഡിവൈഡഡ് ബൈ AC എന്ന് വരും. BC എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ്, AC എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ BC എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. BC എന്ന് പറഞ്ഞാൽ V - U. ഇനി AC എന്ന് പറഞ്ഞാൽ എത്ര? ഈ ഡിസ്റ്റൻസ് എത്ര? ഇത് T ആണ്, ഇത് 0 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ T - 0. V - U ഡിവൈഡഡ് ബൈ T - 0 which is equal to V - U ഡിവൈഡഡ് ബൈ T which is equal to എന്താണ്? സ്ലോപ്പ് പറഞ്ഞാൽ ആക്സിലറേഷൻ. ഇനി ആ ഇക്വേഷൻ ജസ്റ്റ് മാത്തമാറ്റിക്കൽ റീഅറേഞ്ച് ചെയ്യാൻ AT = V - U ഓർ V = യുവിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ U + AT. V = U + AT. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ് വെലോസിറ്റി ടൈം റിലേഷൻ. നെക്സ്റ്റ് നമുക്ക് പൊസിഷൻ ടൈം റിലേഷൻ നോക്കാം. പൊസിഷൻ ടൈം റിലേഷൻ്റെ ഇക്വേഷൻ എന്താണ്? S = UT + ½ AT². S = UT + ½ AT². അപ്പോൾ നമുക്കിവിടെ S കിട്ടണം.
യും ടിയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. എസ് കിട്ടണം. എസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം? ഏരിയ എടുക്കണം. സോ എസ് ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഏരിയ അണ്ടർ ദ വി ടി ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. എസ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാൻ എഗെയിൻ ആ ഗ്രാഫ് ഞാൻ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. അപ്പം ഇതാണ് എ എന്നുള്ള പോയിൻ്റ്, അടുത്ത ഇനീഷ്യൽ വെലോസിറ്റി യു, ദെൻ അത് ട്രാവൽ ചെയ്ത് ബി എന്നുള്ള പോയിന്റിലെത്തി. അവിടെ ഉണ്ടാവുന്ന ഫൈനൽ വെലോസിറ്റി വി ആയിട്ട് മാർക്ക് ചെയ്തു. ഈ ഒരു പോയിൻറ്റിലെ ടൈം ടി ആണ്. ജസ്റ്റ് ഈ പോയിൻ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് ഈ പോയിൻ്റ് സി, ഈ പോയിൻ്റ് ഡി, ഈ പോയിൻ്റ് ഒറിജിന് കൊടുത്തു. അപ്പം ഇതാണ് നമ്മുടെ ഗ്രാഫ്. ബാക്കിയൊക്കെ ഞാൻ മാർക്ക് ചെയ്തതാണ്. ഇതൊക്കെ ജസ്റ്റ് ഡോട്ടഡ് ലൈനിൽ വരച്ചാൽ മതി. അപ്പം ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ ആണെന്ത്? നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഏരിയ. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വേണ്ടി ഇത്രയും ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ലൈൻ കൊടുത്തിട്ടുള്ള ഇത്രയും ഏരിയ കണ്ടുപിടിക്കണം. ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ കാണാൻ ഇവിടെ 2 സെക്ടറായിട്ട് നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ട്രയാങ്കിളും ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ ഈക്വൽ ടു എന്ത് എഴുതാം? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, സ്ക്വയർ അല്ല കേട്ടോ, അത് റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ പേര് കൊടുക്കുക. റെക്റ്റാങ്കിളിൻ്റെ എങ്ങനെ പേര് കൊടുക്കുക? ഇത് ഒ കൊടുത്താൽ ഒ ഇങ്ങോട്ടാ മേലോട്ട് അടുത്ത് OACD. ഇതാണ് OACD മാത്രമേ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തതാണ്. ഇത് OACD പ്ലസ് ട്രയാങ്കിൾ ഓഫ് ABC. ഓക്കെ, ഇനി നമുക്ക് ഏരിയ കാണാനല്ലോ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ട്രയാങ്കിളിൻ്റെ വരും ഹാഫ് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് എത്ര? ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതാണ് ലെങ്ത്ത്. അതെത്രയാണ്? ടി. ഇനി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് യു ആൻഡ് ടി ഇൻറ്റു യു പ്ലസ് ഹാഫ് ഇൻറ്റു ഈ ട്രയാങ്കിളിൻ്റെത് നോക്കാം. ട്രയാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് അല്ല, അത് ബേസാണ്. ബി എന്ന് പറഞ്ഞാൽ ബേസ്. ബി എന്ന് പറഞ്ഞാൽ അഗെയിൻ എന്താണ്? ടി ആണ്. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസാണ്. എച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് വി മൈനസ് യു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അപ്പം ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് OD എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതിൻ്റെ വാല്യൂ ടി ആയിരിക്കും. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ OA എന്ന് പറയുന്ന ഡിസ്റ്റൻസാണ്, അതിൻ്റെ വാല്യൂ യു ആയിരിക്കും. ഇവിടെ നിന്ന് ഇതുവരെയുള്ള വാല്യൂ എന്താണ്? യു ആണ്. അപ്പം ഈ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് കൺസിഡർ ചെയ്തു. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു ബേസ് പറഞ്ഞാൽ ഇത്രയും ഭാഗം, അത് പറഞ്ഞാൽ എത്ര? ടി ആണ്. എച്ച് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ BC എന്നുള്ള ഭാഗം, അത് എത്രയായിരുന്നു? വി മൈനസ് യു. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന എന്താണ്? ഏരിയ കണ്ടുപിടിച്ചാൽ എസ്. അപ്പം എന്ത് ചെയ്യാം? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് കിട്ടി, ടി ഇൻറ്റു വി മൈനസ് യു എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താണ്ട്, അതായത് നമുക്ക് കിട്ടേണ്ട എന്താണ്? AT സ്ക്വയറാണ്. എ എന്നുള്ളൊരു ടേം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ എ എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കറിയാലോ, ബി ഈക്വൽ ടു യു പ്ലസ് AT ആണല്ലോ. ബി ഈക്വൽ ടു യു പ്ലസ് AT, അല്ലെങ്കിൽ വി മൈനസ് യു ഈക്വൽ ടു എന്ത് കിട്ടും? AT. അപ്പോൾ ഇത് നേരെ ഇവിടെ വി മൈനസ് യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എസ് ഈക്വൽ ടു എന്ത് കിട്ടും? എസ് ഈക്വൽ ടു യു ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഓൾറെഡി അവിടെ ഉണ്ട്. വി മൈനസ് യുവിന് എന്ത് കൊടുക്കാം? AT. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് എന്ത് വരും? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു AT സ്ക്വയർ. ഓഫ്, ഇതൊരു സന്തോഷം, ഒരു മനസ്സമാധാനമില്ലേ? ഇത്രയും സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ് അല്ലെങ്കിൽ ഡെറിവേഷനാണ് എന്ത്? സെക്കൻഡ് ഇക്വേഷനായിട്ടുള്ള പൊസിഷൻ ടൈം റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ റിലേഷനായിട്ടുള്ള പൊസിഷൻ വെലോസിറ്റി നോക്കാം. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2AS. അപ്പം എഗെയിൻ നമ്മൾ ആ വെലോസിറ്റി ടൈം ഗ്രാഫ് എഗെയിൻ എടുത്തു പറഞ്ഞു. ഇവിടെ യു ഇനീഷ്യൽ പോയിൻ്റിൽ നിന്ന് ഇത് വെലോസിറ്റി, ഇവിടെ പോയിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഒരു പോയിന്റിലെത്തി. ഈ ഒരു പോയിന്റിലുള്ള ടൈം എന്ന് പറയുന്നത് ബി എന്നുള്ള പോയിന്റിലെത്തി. എന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തി. ബിയിലുള്ള ടൈം ടി ആയിരുന്നു. ബിയിലെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിരുന്നു? യു ആയിരുന്നു. നേരത്തെ നമ്മളിത് സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലേ, നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യാതെ നമ്മൾ ഈ ഒരു ഏരിയ മൊത്തമായിട്ട് കാണുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഈ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പ് നിങ്ങൾക്കറിയാലോ, ഈ ഒരു ഷേപ്പ് ഇപ്പം ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണുള്ളത്. ഈ ഒരു ഷേപ്പിനാണ് നമ്മൾ എന്ത് പറയുക? ട്രപ്പീസിയം. എന്താണ് പറയുക?
ട്രപ്പീസിയം. അപ്പോൾ ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ, ഏരിയ ഓഫ് ദ ട്രപ്പീസിയം ഏരിയ ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്, അതായത് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്. അപ്പോൾ ഇതാണ് ഒരു പാരലൽ സൈഡ്, ഇതാണ് ഒരു പാരലൽ സൈഡ്, ഇതാണ് വേറൊരു പാരലൽ സൈഡ്. അപ്പോൾ ഇതിൻ്റെ സം ഓഫ് പാരലൽ സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്. ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഓർമ്മയുള്ളവർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് പഠിച്ചാൽ ഈ ഡെറിവേഷൻ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്. സം ഓഫ് പാരലൽ സൈഡ് പ്ലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, ഈ ഒരു ഹൈറ്റ് എയും ഇതൊരു ബിയും ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിയും ആണെങ്കിൽ എന്ത് വരും? അതിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ് പറയുമ്പോൾ എ പ്ലസ് ബി, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്ത് വരും? ഡി. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ഡി. ഇത് ഡിസ്റ്റൻസ് എ എന്ന് പറയുന്നത് ഒരു സൈഡിൻ്റെ ലെങ്ത്ത്, മറ്റേത് പറയുന്നത് മറ്റേ സൈഡിൻ്റെത്. അപ്പം ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പൊസിഷൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് അറിയില്ല. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഏരിയ എസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇനി അതിൻ്റെ ഏരിയ കാണാം, ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്. അപ്പോൾ സം ഓഫ് പാരലൽ സൈഡ്, അപ്പോൾ ഫസ്റ്റ് പാരലൽ സൈഡ് ഇത് യു, അപ്പോൾ സം ഓഫ് പാരലൽ സൈഡ് യു. ഇനി അടുത്ത പാരലൽ സൈഡ് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ്, അത് പറഞ്ഞാൽ എത്ര? യു വി അല്ലേ? അതെന്ന് പറയുന്നത് വി, ഇതെന്ന് പറയുന്നത് എത്രയാണ്? വി. അപ്പോൾ യു സം ഓഫ് പാരലൽ സൈഡ് യു പ്ലസ് വി ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ് ടി ഇൻറ്റു ടി. അപ്പോൾ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു യു പ്ലസ് വി ഇൻറ്റു ടി. ഇനി നമ്മൾ ഈ ടീനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. ടീനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ വി ഈക്വൽ ടു യു പ്ലസ് എ ടി, അതിൽ നിന്ന് വി മൈനസ് യു ഈക്വൽ ടു എന്ത് കിട്ടും? എ ടി എന്ന് കിട്ടും. ഓർ വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി ഈക്വൽ ടു എന്ത് കിട്ടും? വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു എന്ത് കിട്ടും? ടി എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു പ്ലസ് വി ഇൻറ്റു ടി. ടിക്ക് നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഹാഫ് ഇൻറ്റു യു പ്ലസ് വി, ഹാഫ് ഇൻറ്റു യു ഒക്കെ ആയിപ്പോകുന്നുണ്ട്, ഫോണിൽ നോക്കി എഴുതിയിട്ടാണ്, ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ എന്ന് കൊടുത്തു. വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. അപ്പോൾ 1/2a. ഇത് വി യു പ്ലസ് വിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി പ്ലസ് യു എന്ന് എഴുതല്ലോ. വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റിലാണ് വരിക. ഇതിൻ്റെ ഇക്വേഷൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റിൽ എഴുതുമ്പോൾ 1/2a ഇൻറ്റു ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് കിട്ടും. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ ബ്രാക്കറ്റ് 1/2 കോമൺ ആയിട്ട് കൊടുക്കണം. ഈ 2a റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 2a ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ, ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ, ഓർ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എന്തെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അറിയില്ലേ? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? യു സ്ക്വയറിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാൽ 2as പ്ലസ് യു സ്ക്വയർ എന്ന് കിട്ടും. അതിനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അങ്ങനെ മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ മൂന്നാമത്തെ ഡെറിവേഷൻ എനിക്ക് കുറച്ചുകൂടെ നോക്കുന്ന ഈ ട്രപ്പീസിയം വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. ട്രപ്പീസിയം പറഞ്ഞാൽ ഈ ഒരു രണ്ട് സൈഡും പാരലൽ ആയിട്ടുള്ള രണ്ട് സൈഡിനെ ഒരു ഡിസ്റ്റൻസ് ഡി വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ് ഇൻറ്റു അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്. ആ ഒരു ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഓർത്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ അല്ല വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s. കുറച്ചുകൂടെ എനിക്ക് സിമ്പിളായിട്ട് കുട്ടിയൊക്കെ മനസ്സിലാവുന്ന അതാണ് തോന്നി. അപ്പോൾ അതാണ്. ഇനിയിപ്പം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെറിവേഷൻ നോക്കാം. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? അതിൽ ആവറേജ് വെലോസിറ്റി വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ടൈം, ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ടൈമിന് നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് എസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? ആവറേജ് വെലോസിറ്റിക്ക് വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2ഉം ടൈമിന് വി മൈനസ് യു ഡിവൈഡഡ് ബൈ എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അഗൈൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമുല ഇവിടെ വരും. അപ്പോൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് റീഅറേഞ്ച്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി അത് നിങ്ങളുടെ കൺവീനിയൻസ് ആണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി അത് നോക്കാം.
ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലെ ഇതാക്കാം. അപ്പം നമ്മൾ നേരത്തെ ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണെന്ന്, പൊസിഷൻ ടൈം ഗ്രാഫ് എന്നൊക്കെ. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് എ ആൻഡ് ബി. അപ്പോൾ 2 ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് എ ആയിട്ട് ടൈം ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ 30യും ബി ആയിട്ട് ടൈം ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെ വരും? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ല. അപ്പോൾ വി എ ഡിവൈഡഡ് ബൈ വി ബി, അതായത് പൊസിഷൻ ടൈം ഗ്രാഫ് എന്നുള്ള സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ഓഫ് എ പറഞ്ഞാൽ എന്തായാലും ടാൻ തീറ്റ, ദാറ്റ് ഈസ് ടാൻ 30 ഡിവൈഡഡ് ബൈ ടാൻ ബി ആയിട്ട് ടാൻ 60. അപ്പോൾ ടാൻ 30 പറഞ്ഞാൽ 1/√3, ടാൻ 60 പറഞ്ഞാൽ √3 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 1:3. അപ്പോൾ നമ്മൾ ആംഗിൾ എന്നാലും വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നുള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫ്രീ ഫോളിൻ്റെ ഓരോ ഗ്രാഫ് നോക്കാം. അപ്പോൾ ഫ്രീ ഫോളിൻ്റെ കേസിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ -9.8 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ടൈം ആക്സിസിനുമായിട്ട് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മളെപ്പോഴും ഫ്രീ ഫോൾ താഴോട്ട് നെഗറ്റീവിലേക്കാട്ടോ കൺസിഡർ ചെയ്യുക. അപ്പം ആക്സിസിലേക്ക് y ആക്സിസിലേക്ക് എന്ന് കൊടുത്തു. ദെൻ -9.8 നേരെ ടൈമിന് പാരലായിട്ട് ഒരു ഗ്രാഫ് വരും. മനസ്സിലായിരിക്കുമല്ലോ. ദെൻ വെലോസിറ്റി വിത്ത് ടൈം എങ്ങനെയാണ് വരിക? ജസ്റ്റ് യൂണിഫോം മോഷൻ. ഇത് നേരത്തെ പറഞ്ഞതാണ്. യൂണിഫോം ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വി എന്താണ്? യൂണിഫോം വെലോസിറ്റിയാണ്. അപ്പം ജസ്റ്റ് ഈ ഒരു ഷേപ്പിലേക്ക് വരും. ദെൻ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പാരാബോളിക് പോലെ ജസ്റ്റ് ഇങ്ങനെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിലൊരു ചെറിയൊരു ടോപ്പിക്ക് കൂടെ ബാക്കിയുള്ളൂ. ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് വെഹിക്കിൾ. അപ്പോൾ ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മളതിന് ബ്രേക്ക് ചെയ്താലും അതെന്ത് ചെയ്യും? കുറച്ചൊരു ദൂരം പോവുകയില്ലോ. വെൻ ബ്രേക്സ് ആർ അപ്ലൈഡ് ടു എ മൂവിങ് വെഹിക്കിൾ ദ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാവൽഡ് ബിഫോർ സ്റ്റോപ്പിംഗ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇപ്പോൾ കാറ് ഒക്കെ വെച്ചാൽ സൈക്കിളൊക്കെ വെച്ചാൽ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്യും. ഇപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് വലിയ വണ്ടിയാണെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു ഇച്ചിരി ദൂരം അതെന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും. ഇപ്പോൾ ട്രെയിനിൻ്റെ കേസൊക്കെ നമ്മളത് ചിലപ്പം പ്ലാറ്റ്ഫോമിൻ്റെ തുടക്കത്തിൽ അത് ബ്രേക്ക് ചെയ്താൽ ചിലപ്പം പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിലായിരിക്കും അതെന്ത് ചെയ്യുക? സ്റ്റോപ്പ് ആവുക. അപ്പം അതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അത് എത്രത്തോളം ആ ബ്രേക്ക് ചെയ്തിട്ട് ആ വെഹിക്കിൾ എത്ര ട്രാവൽ ചെയ്തു, അതാണ് എന്ത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതിൻ്റെ ഡെറിവേഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇക്വേഷൻ മാത്രം ഉണ്ട്. ഇതിൽ ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഡിസ്റ്റൻസും വെലോസിറ്റിയും ആയിട്ടല്ല റിലേറ്റ്. അതായത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുക പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എന്തായി? ഫൈനൽ വെലോസിറ്റി എന്തായി? 0 ആയി. ബ്രേക്ക് അപ്ലൈ പറഞ്ഞാൽ അതിൻ്റെ ആ വണ്ടി ട്രാവൽ ചെയ്യുമ്പോൾ ബ്രേക്ക് അപ്ലൈ പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എന്തായി? 0 ആയി. അപ്പോൾ വിയും വെലോസിറ്റിയും എത്ര ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അപ്പോൾ വിയും എസും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് v² = u² + 2s. വി എന്തായി? 0 ആയി. കാരണം ബ്രേക്ക് കൊടുത്തു. അപ്പോൾ ആ വണ്ടീൻ്റെ വെഹിക്കിളിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്തായി? 0 ആയി. ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയില്ല. അപ്പോൾ u² + 2s = 0. ഈ യൂനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാൽ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് മൈനസ് ആവും. -u² = 2 × as. അതിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ s എന്ത് കിട്ടും? -u² / 2a. -u² / 2a. അവിടെ s കൂടുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇനീഷ്യൽ വെലോസിറ്റി കൂടുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് അതുകൊണ്ടാണ് ട്രെയിനിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ആണ് അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി അത്രയും ഹൈ ആയതുകൊണ്ടാണ് അത്രയും ഡിസ്റ്റൻസ് അതെന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രാഫുകളൊന്ന് പഠിക്കണം. ദെൻ ആ 3 കൈനമാറ്റിക് ഇക്വേഷൻ പഠിക്കണം. പിന്നെ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന പാരാമീറ്റേഴ്സ് ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ ഓരോ ജസ്റ്റ് ചെറിയ പ്രോബ്ലം തന്നാൽ അത് കണ്ടുപിടിക്കാൻ അറിയണം. ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. അതായത് എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി. അതായത് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പം അതിൻ്റെ ഇനീഷ്യൽ, അതായത് ഒരു ഹൈറ്റിൽ നിന്ന് ബോൾ നമ്മൾ ഫ്രീ ഫോൾ ആയിട്ടോ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ u 0 ആയിരിക്കും. അതേപോലെ നമ്മൾ ഈ താഴെന്ന് മേലോട്ടാണ് ബോൾ എറിയുന്നതെങ്കിൽ ഒരു ഏറ്റവും ഹൈറ്റിലെത്തുമല്ലോ. അതായത് ബോൾ ബഹിരാകാശത്തേക്ക് പറന്നൊന്നും പോകില്ലല്ലോ. ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് അത് തിരിച്ചു വരുമല്ലോ. ആ പെർട്ടിക്കുലർ പോയിന്റിൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാണ്ടാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് ആവശ്യം വരും. ഇവിടെ പറയുന്നത് നമ്മൾ താഴെന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമ്മളിങ്ങനെ വെറുതെ ബോൾ കയ്യിൽ വെച്ചെന്നാൽ ബോൾ മേലോട്ട് പറന്ന് പോകുമൊന്നുമില്ല. നമ്മൾ എറിയന്നെ വേണം. അപ്പോൾ അവിടെ എന്തായാലും ഒരു ഇനീഷ്യൽ വെലോസിറ്റി വേണ്ടി വരും. ആ ഇനീഷ്യൽ വെലോസിറ്റി 20 m/s ഫ്രം ദ ടോപ്പ് ഓഫ് എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. ഇനി ഹൈറ്റ് ഓഫ് ദ പോയിൻറ്റ് ഫ്രം വേർ ദ ബോൾ ഈസ് ത്രോൺ ഈസ് 25 meter ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ ഹൈറ്റും തന്നിട്ടുണ്ട്. അതായത് എത്രത്തോളം ആ ബോൾ ട്രാവൽ ചെയ്തു എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതും തന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ, ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്? ഇല്ല, ഹൈറ്റാണ് തന്നത്. നമ്മൾ എറിയുന്നത്
ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് തന്നത്. ദ ഹൈറ്റ് ഓഫ് ദ പോയിൻറ്റ് ഫ്രം വേർ ദ ത്രോൺ ഈസ് 25 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. സോറി, ഞാൻ തെറ്റിപ്പോയി. അപ്പോൾ ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്. അപ്പോൾ ബോൾ എത്രത്തോളമായി. അപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നാണ് പോകുന്നത്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് ക്വസ്റ്റ്യനിൽ തന്നത്. പിന്നെ ക്വസ്റ്റ്യൻ, ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്, ടേക്ക് ജി ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ചില ക്വസ്റ്റ്യനിൽ ജി 10 ആയിട്ട് എടുക്കാൻ പറയും, അങ്ങനെയുള്ളതിൽ ഡയറക്റ്റായിട്ട് 10 എടുക്കുക. ചിലതിൽ തന്നില്ലെങ്കിൽ 9.8 എടുക്കുക, കാരണം നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്ററൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല. ദെൻ ഹൗ ലോങ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എത്രത്തോളം ട്രാവൽ ചെയ്തു പറഞ്ഞാൽ അതിൻ്റെ എത്ര സമയം എടുത്തു എന്നാണ് അതിൻ്റെത്. ഹൗ ലോങ് പറഞ്ഞാൽ അതിൻ്റെ ടൈം കാണും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, യു ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ബോള് ഇതിപ്പം കേസ് എന്ന് പറയുന്നത് ഒരു ഹൈറ്റ്, ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് എത്രയായിരുന്നു, 25 മീറ്റർ അല്ലേ, മീറ്റർ. ഇവിടെ നിന്നാണ് ബോൾ എറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് എറിയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തും, ആ ഒരു പോയിൻ്റാണ് ബി. ആ ബിയിൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. എന്നിട്ട് അത് പിന്നെ താഴോട്ട് ബിൽഡിങ്ങിലേക്കല്ല വീണത്, പിന്നെ താഴോട്ടേക്കാണ് വീണത്, താഴോട്ടേക്ക് ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 25 പ്ലസ് ഈ ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെ ട്രാവൽ ചെയ്ത ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര, ഈ ഒരു ഹൈറ്റ് പ്ലസ് ഈ ഒരു ഹൈറ്റ്, അത്രയായിരിക്കും എന്ത് വരിക, ടോട്ടൽ ഹൈറ്റ് വരിക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം യു ഈക്വൽ ടു തന്നിട്ടുണ്ട് എത്ര, 20 മീറ്റർ പെർ സെക്കൻഡ്. വി 0 ആണെന്ന് എടുക്കാം. എ -10 എടുക്കണം, എടുക്കണേ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം ഇത് വെച്ചുള്ള ഇക്വേഷൻ എന്താ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതിൽ നിന്ന് വി 0 ആണ്, 0 ഈക്വൽ ടു 20. പിന്നെ SI യൂണിറ്റിലേക്ക് ആക്കണം, ഇതെല്ലാം SI യൂണിറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പ്ലസ് 2 ഇൻറ്റു -10 ഇൻറ്റു എസ്. അപ്പോൾ -20s ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ 400 അല്ല, 20ൻ്റെ സ്ക്വയർ 400 മൈനസ് 2 ഇൻറ്റു 10 20s ഈക്വൽ ടു 0. അതിൽ നിന്ന് ഇവിടെ സ്ക്വയർ വേണ്ട, 400 ഈക്വൽ ടു 20s. അപ്പോൾ s ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 20 വിച്ച് ഈസ് ഈക്വൽ ടു 20 മീറ്റർ. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത് കിട്ടിയത്, 20 മീറ്റർ എന്ന്. അപ്പോൾ ഇത് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതായിരിക്കും, ആദ്യം ഒരു 20 അങ്ങോട്ട് പോകുമല്ലോ, 20 മേലോട്ട് പോയി, ദെൻ ഒരു 20 താഴോട്ട് വരണമല്ലോ, പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് താഴോട്ട് എത്തണമെങ്കിൽ 25. അപ്പോൾ ടോട്ടൽ എത്ര, 20 പ്ലസ് 25, അപ്പോൾ 40 പ്ലസ് 65. ഇത് ടോട്ടൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് 20, ഇങ്ങോട്ട് 20, ഇങ്ങോട്ട് 25. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ് എന്നാണ്. ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നാണെങ്കിൽ ഇത്രയും ഹൈറ്റ്, അപ്പോൾ ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഹൗ ഹൈ വിൽ ദ ബോൾ. അപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രം ദ ഗ്രൗണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് 25ഉം ഈ ഒരു ഡിസ്റ്റൻസ് 20. അപ്പോൾ 20 പ്ലസ് 25 ഈക്വൽ ടു 45 മീറ്റർ. ഇനി ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ചോദിക്കുക വെച്ചാൽ ഫസ്റ്റ് ഇങ്ങോട്ട് 20, പിന്നെ ഇവിടേക്ക് 20, ഇവിടേക്ക് 25. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 65. ഇനി ടൈം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മേലോട്ടെടുത്ത ടൈമും കാണണം, താഴോട്ടെടുത്ത ടൈമും കാണാം. അപ്പോൾ അത് നമുക്ക് ബേസിക്കായിട്ട് വി ഈക്വൽ ടു യു പ്ലസ് 80 എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കുക. അത് നിങ്ങളൊന്ന് ചെയ്യുക. കാരണം വി ഈക്വൽ ടു ആദ്യം ഫസ്റ്റ് അപ്വേർഡ് മോഷനിലെടുക്കുക. അവിടെ എന്താണ്, വി ഈക്വൽ ടു 0 ആണ്, യു ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്, എ -10 ആയിട്ട് വി ഈക്വൽ ടു യു പ്ലസ് 80യിൽ നമുക്ക് ആ ടൈം കാണാം. ഇനി ഡൗൺവാർഡ് മോഷൻ നിൽക്കുമ്പം ആ ഡാറ്റ ഉപയോഗിക്കരുത്, അവിടെ യു ആണ് 0. അതായത് ഡൗൺവാർഡ് മോഷനിൽ ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഇവിടെ യു ആണ് എന്ത് വരിക, 0 വരിക, ഡൗൺവാർഡ് മോഷനിൽ ഇങ്ങോട്ട്. എന്നിട്ട് യു ഈക്വൽ ടു 0 കൊടുക്കുക, എ ഈക്വൽ ടു -10 തന്നെ കൊടുക്കുക. ദെൻ എസ് ഈക്വൽ ടു എസ് നമുക്കറിയാം ഈ ഡിസ്റ്റൻസ്. അപ്പോൾ എസ് ഈക്വൽ ടു, കാരണം ഇവിടെ വി നമുക്കറിയില്ലല്ലോ, അപ്പോൾ വി ഈക്വൽ ടു യു പ്ലസ് 80 എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ എസ് നമുക്കറിയാം, യുവും കിട്ടി. അപ്പോൾ എസ്സും യുവും തമ്മിലുള്ള ഇക്വേഷൻ ഏതാ, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ എസ് ഈക്വൽ ടു എത്രയായിരുന്നു, ഇവിടേക്ക് 25ഉം 20ഉം. അപ്പോൾ 45 ഈക്വൽ ടു യു പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം 0 ആവും. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുന്നത് ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യത്തെ ഒരു ടീയും കിട്ടും, രണ്ടാമത്തേന് വേറൊരു ടീയും കിട്ടും. ഈ ടിയും രണ്ടും
കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും. ഇവിടെ ആക്സിലറേഷൻ നിങ്ങളെ ശ്രദ്ധിക്കുക. ആക്സിലറേഷൻ ഇവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. എന്താ കാരണം വെച്ചാൽ ഇത് താഴോട്ടാണല്ലോ വരുന്നത്. മേലോട്ട് പോകുമ്പോൾ നെഗറ്റീവായിട്ടാണ് ആക്സിലറേഷൻ എടുത്തെങ്കിൽ താഴോട്ട് പോകുമ്പോൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അങ്ങനെ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും സൈനിലുള്ള ആ ഡിഫറൻസ് നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ ടൈം കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിക്കുക. എല്ലാവരും മാക്സിമം 2 ടൈംസിൽ സ്പീഡിലിട്ട് കണ്ടാൽ മതി. കാരണം വീഡിയോയിലേക്ക് വരുമ്പം കുറച്ചൊരു സ്ലോ ആയിട്ടാണ്, ഇങ്ങനെ മെല്ലെ പറയുന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ 2 ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യും. ഓക്കെ.